വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം 17-18 വാചകങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും അത് ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ وبشر عباد الذين يستمعون القول فيتبعون احسنه اولئك الذين هداهم الله واولئك هم اولو الالباب. ഇത് സാധാരണയായി സമസ്തക്കാർക്ക് നമ്മൾ ഓതിക്കൊടുക്കാറുള്ളതാണ്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന് ഇത് ഓതിക്കൊടുക്കേണ്ടി വന്നതിൽ നമുക്ക് അതിയായ വേദനയുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കുന്ന, പരലോകബോധമില്ലാത്ത, പടച്ചവനെ കുറിച്ച് പ്രസംഗത്തിൽ പറയുകയും പരലോകത്തെക്കുറിച്ച് പ്രസംഗത്തിൽ പറയുകയും ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും അതിനെതിരായി പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം കണ്ടതുകൊണ്ട് ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകുമെന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഓരോന്നോരോന്നായി ഞാൻ ആദ്യമായി ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് ഞാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. തീർച്ചയായും 2-3 കാര്യങ്ങളിൽ എന്റെ പേരുകൾ പരാമർശിക്കപ്പെടുകയുണ്ടായി. ആ വിഷയകമായി ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം തൃശൂർ ജില്ലയിലെ പൊന്നാനിക്കടുത്തുള്ള പാലപ്പെട്ടിയിൽ നടന്നിട്ടുള്ള എന്റെ പ്രസംഗത്തെക്കുറിച്ചുള്ള കാര്യമാണ്. പാലപ്പെട്ടിയിൽ നടന്നിട്ടുള്ള പ്രസംഗത്തിൽ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയിട്ടുള്ള ഒരു പരാമർശം, ആ പരാമർശത്തെക്കുറിച്ച് സദൗരവമായ ഒരു ചർച്ച ഇവിടെ ആവശ്യമുണ്ട്. കാരണം തൗഹീദി പ്രബോധനമാകുന്ന നവോത്ഥാന നൂറ്റാണ്ടിനെ മുജാഹിദുകൾക്കെല്ലാം വെറുപ്പുണ്ടാക്കുന്ന വിധം മുജാഹിദ് ബാലുശ്ശേരി വിശദീകരിച്ചു എന്നാണ് ഒന്ന്. ഇത് തീർച്ചയായും ഒരാരോപണം മാത്രമാണ്. കാരണം നിങ്ങളെല്ലാം മനസ്സിലാക്കണം, പാലപ്പെട്ടി പ്രസംഗിക്കുന്നതിന്റെ 2 ദിവസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു കുമരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചിരുന്നു. ആ കുമരനെല്ലൂരിൽ എന്റെ പ്രസംഗത്തിൽ നിങ്ങൾക്കറിയാം, ആ പ്രസംഗം നിങ്ങൾ ബൈലക്സിലൂടെ കേട്ടിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് പതനത്തിന്റെയും എന്നൊരവസ്ഥ വരാൻ പാടില്ല. നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പതനത്തിന്റെ കഥ പറയുകയും കൂടി ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകരുത് എന്നാണ് അന്നത്തെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്. പാലപ്പെട്ടിയിലെ പ്രസംഗത്തിലും യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് ചർച്ച ചെയ്യുമ്പോൾ അത് പതനത്തിൻ്റെതാകരുത് എന്നത് ഞാൻ ചരിത്രപരമായ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമയിൽ ഏതൊരു നവോത്ഥാന സംരംഭങ്ങളും അതിന്റെ ഏറെക്കുറെ നല്ല രൂപത്തിൽ നിലനിൽക്കുന്ന ഒരു നൂറ്റാണ്ടോളമാണ്. പിന്നെ അത് താഴോട്ട് തിരിച്ചു വരും. സ്വാഭാവികമായും ആരും ഈ പരാമർശത്തെ നിഷേധിക്കില്ല. കമ്മ്യൂണിസ്റ്റ് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ പതനമാണ് ഇബ്നു ഖൽദൂൻ ഇവിടെ പറഞ്ഞത് എന്നാണ്. വാദത്തിന് സമ്മതിച്ചോളൂ, അതാണ് എന്നെ നാം സമ്മതിച്ചോളൂ. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഏത് ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാലും അതിന് പതനവുമുണ്ട്, ഉദ്ധാനവുമുണ്ട്, പതനവുമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വളരെ പ്രധാനമായ ഒരു പോയിന്റ്, നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് എന്നാണല്ലോ നമ്മുടെ സമ്മേളനം. എന്റെ 1 നൂറ്റാണ്ട്? അപ്പൊ ഈ 1 നൂറ്റാണ്ടിന് മുമ്പിൽ നവോത്ഥാനം ഉണ്ടായിരുന്നില്ലേ? വളരെ പ്രധാനമായി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഈ 1 വർഷത്തിന് മുമ്പ്, ഈ 1 നൂറ്റാണ്ടിന് മുമ്പ് നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. എന്താണത് കേരളത്തിൽ 1 നൂറ്റാണ്ടിൽ ഒതുങ്ങിപ്പോയത്? അത് ഈ 1 നൂറ്റാണ്ടിന് മുമ്പ് നവോത്ഥാനം ഇല്ലായിരുന്നോ? കേരളക്കരയിൽ നവോത്ഥാനം ഇല്ലായിരുന്നോ? എല്ലാവർക്കും അറിയാം, നവോത്ഥാനത്തിന് വിരുദ്ധമായ അവസ്ഥാവിശേഷമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. നവോത്ഥാനത്തിന് വിരുദ്ധമായ ഒരവസ്ഥ, പതനമായിരുന്നു കേരളത്തിൽ. ആ പതനത്തിൽ നിന്നാണ് നമ്മൾ ജനങ്ങളെ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത്. അത് തന്നെ തെളിയിക്കുന്നത് എന്താണ്? പതനവും നവോത്ഥാനവും ലോകത്തുണ്ടാവും. അനസ് മുസ്ലിയാരുടെ പ്രസംഗത്തിൽ ഞാൻ നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ടിൽ പതനത്തിന്റെയും എന്ന് പറഞ്ഞത് മഹാപാതകമായി പറയുന്നു. പക്വമതികളായ ആരും എന്റെ പരാമർശത്തെ ഈ വിധത്തിൽ വിലയിരുത്തില്ല. പിന്നെ ആളുകളെ പറഞ്ഞു പറ്റിച്ചും വൈകാരികതയിൽ കൊണ്ടുവന്നും ആളുകളെ ചതിച്ച് ഒച്ചയിട്ട് തൽക്കാലം നിലനിർത്താൻ കഴിയും. പക്ഷേ പക്വതയോടുകൂടി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കാര്യം വരിക. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, എന്തിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കെ 40 ദിവസം തൗറാത്തിന്റെ ഏട് വാങ്ങാൻ വേണ്ടി തൂരിസീന പർവ്വതത്തിൽ അദ്ദേഹം പോയപ്പോ
പച്ച ശിർക്ക് ആ കൗമ് ചെയ്തോ? അതിനെ നവോത്ഥാനം വിളിക്കുക? അതോ പതനമോ? 40 ദിവസത്തിനുള്ളിൽ ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കെ ഹാറൂൻ നബി അലൈഹി ഇസ്ലാം നോക്കി നിൽക്കെ ആ കൗമ് ശിർക്കിലായി, പച്ചയായ ശിർക്ക്. അവർ പശുവിനുണ്ടാക്കി ഇന്ത്യയിലെ ഹിന്ദുക്കളെ പോലെ പശുവിനെ ആരാധിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൗമിനെ ഒരു നൂറ്റാണ്ടായിക്കോ? ഒരു നൂറ്റാണ്ടായോ? ആയോ? നിങ്ങൾ പരിശോധിക്കും, വിവരമുള്ളവരെ, ചിന്തിക്കുന്നവരെ. ഈ ആളുകളുടെ ജൽപ്പനങ്ങളിൽ വശംവദരായി ബുദ്ധി ചോർന്നു പോകാത്ത മനുഷ്യരെ നിങ്ങൾ ആലോചിക്കുക. മൂസാ നബി അലൈഹി ഇസ്ലാം 40 ദിവസം മാറി നിന്നപ്പോഴേക്ക് സമൂഹത്തിൽ എന്തുണ്ടായി? ശിർക്കുണ്ടായി, പച്ചയായ ശിർക്കുണ്ടായി. എല്ലാവരും ആലോചിക്കണം, എല്ലാവരും ആലോചിക്കണം. ലോകത്തിന്റെ ചരിത്രം മൊത്തത്തിൽ പരിശോധിച്ചു നോക്കൂ. നവോത്ഥാനവും പതനവും ലോകത്തിന്റെ ചരിത്രത്തിൽ ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഏത് കാലഘട്ടത്തിലും. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ഏറ്റവും നല്ല കാലഘട്ടം ആണ് ഈ കഴിഞ്ഞുപോയ കാലഘട്ടം. യാതൊരു സംശയവും നമുക്കറിയില്ല. പിന്നെ ഇവിടെ ചില ആളുകൾ പറയുന്നത് കേട്ടാൽ വിചാരിക്കും, ഇന്ന് പ്രസംഗിച്ച മുസ്ലിയാരേക്കാൾ കൂടുതൽ തൗഹീദ് പ്രസംഗിച്ച ആളാണ് സക്കറിയ സുലായി, മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ. നിങ്ങൾക്കറിയാം, ഡേറ്റ് ചെയ്തിട്ട് ഫോൺ ഓഫ് ആക്കിയിട്ട് കിടന്നുറങ്ങിയല്ല ചെയ്തത്. അല്ല, ശിർക്കിനെതിരെ ഘോരഘോരം. ഒരു ദിവസം 5 പ്രസംഗമുണ്ടെങ്കിൽ 5 പ്രസംഗം. നിങ്ങൾക്കറിയുമോ, പിലാത്തറ സമ്മേളന സമയത്തൊക്കെ എന്റെ വായിൽ നിന്ന് ചോര വന്നിരുന്നു. മടമൂലികളിൽപ്പെട്ട കണ്ണൂരിലെ പൂതപ്പാറയിലെ റഷീദ് കാക്കൊക്കെ ആ കാര്യം അറിയാം. അതൊക്കെ മടമൂലികളാണിപ്പോ. ഞങ്ങളൊക്കെ ചോര ഛർദ്ദിച്ച് പ്രസംഗിച്ചവരാണ്. ഈ പറയുന്ന ഈ 3 കൂടുതൽ തൗഹീദ് പറഞ്ഞവരാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇവരെക്കാൾ കൂടുതൽ ഒരു പ്രയാസം അനുഭവിച്ചവരാണ്. അതുകൊണ്ട് ആരും ആ നിലക്കുള്ള ബഡായി, വലിപ്പത്തരം അത് പറയേണ്ടതില്ല. അല്ലെങ്കിലും വെല്ലുവിളി നീരന്മാരായി വലിപ്പത്തരം പറഞ്ഞ് നടക്കുകയാണല്ലോ. എന്തിനും വെല്ലുവിളി. പണ്ട് എ പി അബ്ദുൽ ഖാദർ മൗലവി പറയാണ്ട് ഖുറാഫിൽ അമ്യത്താണ്ടോ 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 എന്നിരിക്കുക. ആ ഒരു അവസ്ഥയാണ്. കാരണം ഇതൊരു മുസ്ലിയാരാണ്. മുസ്ലിയാരാണ്. അതിനെ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ എല്ലാവരും അത് അറിയുകയും വേണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പം നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് പതനത്തിന്റെ ഒരു ആകരുത് എന്നാണ് ഞാൻ അവിടെ വിശദീകരിച്ച്. മാത്രവുമല്ല, ലോകത്തിന്റെ ചരിത്രത്തിൽ ഇവര് തന്നെ പറയുന്ന എന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തിന് ശിർക്ക് സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോ സംഭവിക്കൂലേ? ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടം അതല്ലേ തെളിയിക്കുന്നത്? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലിൽ കയറിയ ആളുകളിൽ നിന്ന് പിന്നീട് ശിർക്കുണ്ടായില്ലേ എന്നൊക്കെ ചോദിക്കുന്നല്ലോ. അപ്പൊ ഒരു നൂറ്റാണ്ടിൽ ഒരു നവോത്ഥാനത്തിൽ ഒരു പതനം ഉണ്ടാവില്ല എന്ന് പറയൽ ശരിയല്ല. പക്വതയോടുകൂടി കാര്യങ്ങൾ പഠിച്ചവർ പറയുന്നത് ശരിയല്ല. ഇനി നിങ്ങളുടെ വാദപ്രകാരം തന്നെ നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടിൽ ശിർക്കിലൂടെ വന്ന് പറയായില്ലേ? നിങ്ങളുടെ വാദപ്രകാരം എന്താ? ഇപ്പൊ ഇവരെ ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞത് ഗുരുതരമായ ശിർക്ക് പ്രചരിപ്പിക്കുന്നു സക്കരിയ സുലായി എന്നാണ്. അനസ് പറഞ്ഞ് ഗുരുതരമായ ശിർക്ക്. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കണം. ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതൻ എന്ന പേരിൽ പൂനൂര് വെച്ച് മഹാപാതകം പറയാൻ, പൂനൂര് വെച്ചിട്ട് മഹാപാതകം പറയാൻ ദുരാരോപണമാണ്. പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന ബോധം പ്രാസംഗികരായ ആളുകൾക്ക് ഉണ്ടാവണം. സ്ഥാനമാനങ്ങളും ദുനിയാവിലെ കയ്യടികളും തരക്കേടില്ല എന്നുള്ള ആളുകളുടെ വാക്കും ഒരുപക്ഷെ ആവേശം പകർന്നിട്ടുണ്ടാവാം. പിശാച് കൂടുതൽ താൻ തരക്കേടില്ല എന്ന് തോന്നിച്ചിട്ടുണ്ടാവാം. ഇവിടെ ഗുരുതരമായ ശിർക്ക് പ്രചരിപ്പിക്കുന്ന സക്കരിയ സുലൈൻ. എങ്കിലും നിങ്ങളുടെ വാദപ്രകാരം പതനമല്ലേ? അപ്പൊ എന്റെ പ്രസംഗത്തിൽ ഒരു വരാറുണ്ടായിട്ടില്ല. പതനം എവിടെ എന്ന് പരിശോധിച്ചാൽ മാത്രം മതി. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ടിന്റെ നവോത്ഥാനം പറയുമ്പോൾ അതിനു മുമ്പ് പതനത്തിന്റെ ഒരു ചരിത്രം എന്തെന്നർത്ഥം. അല്ലെങ്കിൽ നമ്മൾ പറയണ്ട ആദം നബി മുതൽ ഇന്ന് വരെ ഒരു പതനവും ഉണ്ടായിട്ടില്ല എന്ന് പറയണം. പതനം ഉണ്ടാവും. ആ പതനമാണല്ലോ ഇമാം ബുഖാരിയുടെ ഹദീസ് നിശ്ചയിച്ചുകൊണ്ട് മടമൂലികളോട് ഉണ്ടായത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പോയതല്ലേ? പതനമല്ലേ? സമസ്തക്കാർ പോയില്ലേ? പതനമല്ലേ? ഒരു നൂറ്റാണ്ടിനുള്ള പതനമല്ലേ? അല്ലേ? വിവരമുള്ളവർ ചോദിക്കുക, അല്ലേ? അതൊരു പതനമല്ലേ? ജമാഅത്തെ ഇസ്ലാം പിരിഞ്ഞു പോയില്ലേ? പതനമല്ലേ? ചേകനൂർ മൗലവി പോയില്ലേ? പതനമല്ലേ? ഹദീസ് വിഷയത്തിലേക്ക് പോയില്ലേ? പതനമല്ലേ? അല്ലേ? ആ അവസ്ഥ ഏത് കാലഘട്ടത്തിൽ ഉണ്ടാവും? നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് 18-ാകരുത് എന്ന് ആത്മാർത്ഥമായി മനസ്സ് തട്ടി ഞാൻ പറഞ്ഞാണോ വലിയ പാതകം? ആണോ? മോനെ, നീ നമസ്കാരം നിലനിർത്തണം. ഒരിക്കലും നീ നമസ്കാരത്തിൽ നിന്ന് ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെ ഒറ്റിപ്പോയി അതിനർത്ഥമില്ല. മോനെ, നീ നല്ല പാനീയം കുടിക്കണം, കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുന്നുണ്ടെന്ന് അതിനർത്ഥമില്ല. ജീവിതത്തിൽ കള്ളു കുടിക്കരുത് എന്നുള്ള ഉപദേശമാവാത്. നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് പതനത്തിന്റെ കഥ പറയുന്നതാകരുത് എന്ന് ഞാൻ പറഞ്ഞത് സമൂഹത്തിന് കൂടുതൽ ഉൾക്കാഴ്ച കിട്ടാനാണ്. അങ്ങനെയല്ലേ? നമ്മൾ തമ്മിൽ തച്ചു പിരിയരുത് എന്ന് പറഞ്ഞാൽ തല്ലണം എന്നാണോ പറഞ്ഞത്? തച്ചു പിരിയണം എന്നാണോ പറഞ്ഞത്? ആ പറഞ്ഞത് പാതകമാണോ?
ആണോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക, ആ വിഷയത്തിൽ അത്രയേ ഉള്ളൂ. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്ന മാതിരി തൗഹീദി പ്രസ്ഥാനം തകർന്നു ഞാൻ പറഞ്ഞിട്ടില്ല. തൗഹീദി പ്രസ്ഥാനം തകർന്നതിൽ വേദനിക്കുന്നവരാര് എന്നിവിടെ എല്ലാവർക്കും അറിയാം. തൗഹീദി പ്രസ്ഥാനം തകർന്നാലും വേണ്ടിയില്ല. നിങ്ങൾക്കറിയാലോ, എറണാകുളത്ത് ഈ മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവർ മുജാഹിദുകളെ വെല്ലുവിളിച്ചു വാദപ്രതിവാദത്തിന്. കേരള നേതൃത്വ മുജാഹിദിനെ നേതാക്കന്മാരോട് 4 റൗണ്ട് ഞാൻ കെഞ്ചി പറഞ്ഞു, മുജാഹിദ് പ്രസ്ഥാനം പിളർക്കുന്നതിനെതിരെ കാരണവും. പിന്നൊക്കെ പൂർണ്ണ പരിപാടികൾ കണ്ടറിയാം. ഇത് 2 ഗ്രൂപ്പായി കഴിഞ്ഞു. അടിച്ചു ഒരു പിരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സെൽഫി എത്ര സുന്നികളുമായി മുഖാമുഖം നടത്തിയിട്ടുണ്ട്. എടോ പോടോ എന്ന് സെൽഫി വിളിക്കാറുണ്ടോ? ഇവിടെ സെൽഫി ഉപയോഗിച്ച പദം തന്നെ എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ചോദ്യം ചോദിക്കുന്നവരോട് എന്തെല്ലാം നിലക്കാണയാലെന്ന് പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ, എല്ലാവരും അത് മനസ്സിലാക്കിയല്ലോ. ചോദ്യകർത്താക്കളെ മിണ്ടാതിരിക്കണോ 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 ആരാണ് പറയുന്നത്? സജീവമായ ഒരു മുജാഹിദ് പ്രവർത്തകനോടാണ്. ആദർശമുള്ള തൗഹീദുള്ള സുന്നത്തിനെ സ്നേഹിക്കുന്ന സുന്നികളോട് പോരാടുന്ന ഫൈസലിനോടാണ് പറയുന്നത്. ഈ എടോ പോടുന്ന വിളിയാണല്ലോ ജാമ്യയിൽ നടന്നത്. ആരാടാ എന്ന് ചോദിച്ച് ജിന്നബാധ ഏറ്റുവനപ്പോലെ കോമകളൊക്കെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് മുജാഹിദുകൾക്ക് ചേർന്നതാണോ? ഇത് മുജാഹിദുകൾക്ക് ചേർന്നതാണോ? സുന്നികളോട് പോലും കാണിക്കുന്ന സ്നേഹമോ ബന്ധമോ തമ്മിലില്ല. ഇന്നമൽ മുഖ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അത് പരസ്പരം തീർക്കണം. സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ്. അതാണോ അവിടെ കാണുന്നത്? ചോദ്യകർത്താക്കൾ എന്ത് പ്രകോപനം ഉണ്ടാക്കിയത്? അവരെ ശരീരത്ത് തട്ടുന്ന നല്ല ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ പെട്ടുപോകുന്നവർക്കറിയാം. അതുകൊണ്ട് ഖുറാഫികളെ പോലെ ആളുകളെ പ്രകോപിപ്പിച്ചും ഇരിക്കവിടെ ആരും പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഖുറാഫി നിലവാരത്തിൽ പ്രസംഗിക്കും. ഇത് കേട്ടിട്ട് മനസ്സിലാക്കാൻ കഴിയും മുജാഹിദുകൾക്ക്. ഇതാണ് ഞാൻ ഒന്നാമതായി പറയുന്ന കാര്യം. അപ്പൊ ഇത് ശരിയല്ല, ഈ ഒരു രൂപം ശരിയല്ല. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, 12 വരെ നീണ്ടുക്കുന്നു പുതിയ പരിപാടി. 12 മണി കഴിഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ മുജാഹിദുകളുടെ പ്രോഗ്രാം 10-11 മണി വരെ നീണ്ടുപോയിട്ടുണ്ടാവാം. അതിലേറെ നീണ്ടുപോയ ഒരു പരിപാടി നമുക്കുണ്ടോ? നേരെ വിളിച്ച് KNM-ന്റെയും KJ-ന്റെയും ഇപ്പോഴത്തെ പരിപാടി എന്താ? അവർക്ക് സമയം തികയുന്നില്ല, അവർക്ക് സമയം പോരാ. രാത്രി 1 മണിയായി. ആളുകൾ എന്തെങ്കിലും പറയുന്ന വിചാരിച്ചിട്ടാണ് നിർത്തുന്നത്. നേരം നിൽക്കുന്നവരെ വെക്കും. എന്തുകൊണ്ട്? ഞാനിന്ന് അത്ഭുതത്തോടുകൂടി പറയാം. ഡോക്ടർ സുബൈറിന്റെ അടുത്തേക്ക് ജിന്ന് ബാധയേറ്റ ഒരാളെ നിങ്ങൾ പറഞ്ഞു വെച്ചിരുന്നോ എന്നൊരു ചോദ്യം. 45 മിനിറ്റോളമാണ് അനസ് മുസ്ലിയാർ പ്രസംഗിച്ച്. എന്താ ഇതിന്റെ ആവശ്യം? ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല. ഡോക്ടർ ജീവിച്ചിരിപ്പുണ്ട്. നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. അവർ സക്കരിയ മൗലവിനെ കുറെ തിന്നു. പിന്നെ ഡോക്ടറായിട്ടുള്ള കുറെ ബന്ധം വിശദീകരിച്ചു. പിന്നെ എനിക്ക് കുറെ ആളുകളായിട്ട് ബന്ധമുണ്ട്. ഞാൻ പറയും, എനിക്കൊക്കെ ലക്ഷക്കണക്കിന് മനുഷ്യരായിട്ട് ബന്ധമുണ്ട്, അഗാധമായ ബന്ധം. ഞാനിപ്പോ എന്നോട് നിങ്ങൾ സുബൈർ ഡോക്ടറെ നിങ്ങൾ ഒരാളെ പറഞ്ഞു വെച്ചെന്ന് വെച്ചാൽ, എനിക്ക് സക്കരിയ ഇഷ്ടപ്പെട്ട ആളാണ്, എനിക്ക് ടീപ്പ് ഇഷ്ടപ്പെട്ട ആളാണ്, എനിക്ക് ഇന്നാൾ ഇഷ്ടപ്പെട്ട ആളാണ്, എന്റെ അളാപ്പാൻ എനിക്കിഷ്ടമാണ്, എന്റെ മൂത്താപ്പാൻ എനിക്കിഷ്ടമാണ്, എന്റെ അമ്മായിന് എനിക്കിഷ്ടമാണ് എന്ന് പറയാൻ വിലപ്പെട്ട സമയം നട്ടപ്പാതിരാക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനുഷ്യർ വീട്ടിൽ പോയി നിസ്കരിക്കേണ്ട സമയം. എന്തുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ എല്ലാ ബിംബാരാധകരായ ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്? ഇല്ലേ? നിങ്ങൾക്കറിയാലോ, ഇന്ത്യയിൽ കേരളത്തിൽ പക്കാ കുബൂലികൾ ഇവിടെ ഉണ്ട്. ഓർക്കൊക്കെ മറുപടി കൊടുത്തോ പോലും എന്തേ 1 മണിയാകാത്തത്? എന്തേ 10 മണിക്ക് അവസാനിക്കുന്നത്? ഇവരുടെ പരിപാടി എന്തേ 1 മണിയിലേക്ക് എത്തുന്നത്? അതോ ആശയമില്ല, ആദർശമില്ല, തെളിവില്ല, ചോദ്യകർത്താക്കളുടെ ചോദ്യത്തെ നേരിടാനുള്ള തന്നേടല്ല. എന്നിട്ട് ഖുറാഫികളെ പോലെ വെല്ലുവിളിക്കുക. ഖുറാഫികളെ പോലെ വെല്ലുവിളിക്കുക. നിന്റെ ശിഷ്യന്റെ ശിഷ്യ മദീന. എവിടെയും ശിഷ്യന്മാർ പ്രത്യക്ഷപ്പെടുന്നില്ല. ഉസ്താദല്ലേ, ഉസ്താദിന്റെ മെജോറിറ്റി, ഉസ്താദിന്റെ സമയം. ഈ ശിഷ്യന്മാരെ വരാത്ത എന്റെ ഒരു സദസ്സിലും അടുത്ത ഏതെങ്കിലും ഒരു വിശദീകരണ യോഗം ഈ ചോട്ട ശിഷ്യന്മാരെ കൊണ്ട് വിശദീകരിക്കാൻ ധൈര്യമുണ്ടോ? അതിനാ ധൈര്യം കാണിക്കട്ടെ. ഉണ്ടോ? കേരളത്തിൽ നിങ്ങൾ 4 പേരായിട്ട് മാറിക്കൊടുത്തിട്ട് നിങ്ങൾ പറഞ്ഞല്ല ശിഷ്യന്മാരുടെ ശിഷ്യമതി എന്ന് പറഞ്ഞല്ലോ. അറിവിലും കഴിവിലും പ്രായത്തിലും ഒക്കെ കുറവുള്ള ഞങ്ങൾ മതി എന്ന് പറഞ്ഞല്ലോ. ധൈര്യമുണ്ടോ? സക്കറിയ സലാഹിനോട് ചോദിച്ചല്ലോ. നിങ്ങളുടെ ശിഷ്യന്മാരെ വിട്. നിങ്ങൾ അതല്ലേ പറഞ്ഞത്? അടുത്ത പ്രോഗ്രാം വിശദീകരിക്കാൻ ശിഷ്യന്മാരെ വിട്. നമുക്ക് നോക്കാം, ആദർശപരമായി തന്നെ നോക്കാം, ആശയപരമായി തന്നെ നോക്കാം. വിട്. ധൈര്യമുണ്ടെങ്കിൽ. എത്ര ദിവസമായി ഇപ്പൊ പറയുന്നു ശിഷ്യൻ? എന്തേ ശിഷ്യന്മാരായി കാത്തത്? നിങ്ങൾക്കറിയാം. നുണ നിങ്ങളെപ്പോലെ പറയാൻ ശിഷ്യന്മാർക്ക് കഴിയില്ല, നിങ്ങൾക്കറിയാം. വഞ്ചിക്കാൻ നിങ്ങളെപ്പോലെ തയക്കവും പഴക്കവും ശിഷ്യന്മാർക്കില്ല, നിങ്ങൾക്കറിയാം. അവരിപ്പോൾ ചേർന്നവരാൽ, നിങ്ങൾ വഞ്ചിച്ചവരാൽ, നിങ്ങൾ വഞ്ചിച്ചു നിർത്തിയവരാൽ, അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി. നിങ്ങളൊന്ന് മാറി അടുത്ത വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ ശിഷ്യന്മാരുടെ ശിഷ്യൻ വേണ്ട, നിങ്ങൾ ശിഷ്യന്മാർ വിട്ടോളി.
നിങ്ങളെ ശിഷ്യന്മാരെ വിട്ടോളി, ശിഷ്യന്മാരുടെ ശിവം വേണ്ട. അപ്പൊ ഈ ജാതി ഖുറാഫിലുള്ള തരംതാന്ന വെല്ലുവിളി അതൊന്നും ആവശ്യമില്ല. ജനങ്ങൾക്ക് ചുരിയും ഓരോ ദിവസം നശിക്കുകയുള്ളൂ, നശിച്ചു പോവുകയുള്ളൂ, തകർന്നു പോവുകയുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനം തകരില്ല. നിങ്ങൾ ഈ കയറുന്ന നിങ്ങളല്ല മുജാഹിദ് പ്രസ്ഥാനം, ഞങ്ങളാ മുജാഹിദ് പ്രസ്ഥാനം. ജീവൻ കൊടുത്തവർ, മരിക്കാൻ തയ്യാറായവർ, ത്യാഗം അനുഭവിച്ചവർ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവർ, നാട് പോട്ടു പോകേണ്ടി വന്നവർ ഞങ്ങളാ മുജാഹിദുകളെ. ഞങ്ങളുടേതാ കയന്നം, ഞങ്ങളുടേതാ കെ ചെയ്യൂ. നിങ്ങളിപ്പോ കുറച്ചാളുകൾ കൊണ്ടിറക്കുന്ന പാവപ്പെട്ട പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും പറഞ്ഞും പറ്റിച്ചും ചതിച്ചും നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ കയ്യിലെ കയന്നം നിങ്ങളുടേതല്ല, അത് ഞങ്ങളുടേതാ. അനധികൃതമായി നിങ്ങൾ പിടിച്ചു വെച്ചതാ. ഞങ്ങളുടെ ചോരയും നീരുമാണ്, ഞങ്ങളുടെ ആശയമാണ്, ഞങ്ങളുടെ ഹൃദയമാണ്, ഞങ്ങളുടെ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾ വെച്ചില്ല. പിന്നെ ഗുരുതരമായ ശിർക്ക് പ്രചരിപ്പിച്ചു സക്കറിയ സുലൈമാൻ. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇതൊരു ആരോപണമല്ലേ? എന്താ ശിർക്ക് അറിയില്ല. ഞാനൊരു കാര്യം പറയും, ഈ 3 പേർക്ക് ശിർക്ക് എന്താണെന്ന് അറിയില്ല, എന്താണ് ശിർക്കാവുക എന്നും അറിയില്ല. മാത്രമല്ല അനസ് മുസ്ലിയാർ ഒരിക്കലും ഇങ്ങനെ പറയരുത്. അനസ് മുസ്ലിയാർ പറയാൻ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണോ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് ശിർക്കാണെന്ന് പറയാൻ പാടില്ല എന്നാ വലിയാർ പറഞ്ഞത്. ആ ക്ലിപ്പിംഗ് ഒക്കെ ഇൻഷാ അല്ലാഹ് ഇറങ്ങും. ഒരു സദസ്സിലും കയറാൻ പറ്റാത്ത വിധം, അതായത് അഭിമാനമുണ്ടെങ്കിൽ, മനസ്സാക്ഷിക്കുത്തുണ്ടെങ്കിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനിന്റെ കണികയും 1 ഇഞ്ച് വേദനയും ഉണ്ടെങ്കിൽ ഞാനൊന്നും കയറില്ല. സ്റ്റേജിൽ എന്റെ ക്ലിപ്പിംഗിൽ ഇത്രയേറെ വൈരുദ്ധ്യമുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രബോധന വേദിയിൽ ഞാനൊന്നും കയറില്ല. പക്ഷെ തൊലിക്കെട്ടി കൂടിയാൽ ആർക്കും കയറാം, അതിനൊരു പ്രശ്നമില്ല. ഒരു ഉറപ്പില്ലെങ്കിൽ ആർക്കും എന്തുമാവാം, ലജ്ജയില്ലെങ്കിൽ നിനക്ക് എന്തുമാകാം എന്ന വചനം വളരെ പ്രസ്താവ്യമാണ്. അതില്ലെങ്കിൽ എന്തുമാകാം. നിങ്ങൾ നോക്ക്, തിരുവനന്തപുരത്ത് നടന്ന മടമൂലികളുമായുള്ള മുഖാമുഖത്തിൽ ഒരു മടമൂലിയുടെ ചോദ്യത്തിന് അനസ് മുസ്ലിയാർ ചാരി എന്നിട്ട് പറയാം, ജിന്നിനോട് തേടുന്നത് ശിർക്കാണോ എന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് ശിർക്കാണെന്ന് പറയാൻ പറ്റില്ല, ശിർക്കാകുന്നതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. ഇന്നത്തെ പ്രസംഗിച്ച് പറയാൻ ജിന്നിനോട് തേടിയാൽ ശിർക്കല്ലാതെ ആരാ പറഞ്ഞത് മുഹദ്ദിസേ എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി, ഈ വൈരുദ്ധ്യം ഒന്ന് മനസ്സിലാക്കി. ഈ മുസ്ലിയാർ മുമ്പ് പ്രസംഗിച്ചതും ഇപ്പോൾ ഈ മുസ്ലിയാർ പ്രസംഗിക്കുന്നതും എന്ത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഞാനിത് ഇങ്ങനെ പറയുന്നത് എനിക്ക് മയപ്പെടുത്തി, അതായത് നരകത്തെ കുറിച്ച് ഇല്ലാന്ന് വിചാരിച്ചൊരു പ്രസംഗിക്കാൻ വയ്യ. അതുണ്ട് എന്ന് പറഞ്ഞത് ഇവരല്ല, അതാണ് ഈ നുണ പറയുന്ന ഇവരല്ല. ജീവിതത്തിൽ ഒരിക്കലും നുണ പറയാത്ത ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അന്നാറു ഹഖ്കുൻ അൽ ജന്നത്തു ഹഖ്കുൻ. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി കൃത്യമായ പ്ലാനോടുകൂടി ഇപ്പോൾ KNMന്റെ വേദി ദുരുപയോഗപ്പെടുത്തി കയറുന്നവരോട് കോംപ്രമൈസ് ഇല്ല ഒരു കാരണവശാലും. നിങ്ങളെയൊക്കെ തിരുവനന്തപുരത്തെ മെമ്പറിലായിരുന്നു ഞാൻ ഇത്രയും കാല കുത്തുബ. ഇനി എന്നെ മെമ്പറിൽ കേട്ടതിനാണ് നേതാക്കന്മാരെ തീരുമാനം. ജില്ലാ കമ്മിറ്റിയെ തീരുമാനിച്ചിരിക്കുന്നു, ഇനി എന്നെ കേട്ടാൻ പാടില്ല. എന്തേ കാരണോ? ഒന്നുമില്ല. ഇവർ ചെയ്യുന്ന സകല കളവിനെയും പച്ചക്ക് വിളിച്ചു പറയും. ഇവർ ചെയ്യുന്ന തെറ്റിന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധം ഖുർആനും സുന്നത്തും അനുസരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ മുസ്ലിയാർ മറ്റൊരു കാര്യം വിശദീകരിച്ചു. ഇവിടെ ആർക്കും പ്രശ്നമില്ല. കുട്ടിക്കാട്ടിലെ ജിന്നിനെ പറ്റി പറഞ്ഞപ്പോ ആർക്കും ഇവിടെ പ്രശ്നമില്ല, ആർക്കും നൊന്നില്ല, ആർക്കും തൗഹീദ് ഉണ്ടായില്ല എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ മുസ്ലിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ടോ? കുറ്റി സാലിംക, NV സാലിംക ആരാ? അനസിനെ പോലൊരാളാ? ഇന്ന് നിച്ചോപ്രൂത്തിന്റെ പരിപാടി ആയിരുന്നല്ലോ ഇന്നലെ. ആ നിച്ചോപ്രൂത്ത് ഉണ്ടാക്കിയ മനുഷ്യനാണ് സാലിംക. ആ നിച്ചോപ്രൂത്തിന് വേണ്ടി അധ്വാനിച്ചാളൻ. കേവലം ഒരു എഞ്ചിനീയർ അല്ല, കേവലം ഒരു എഞ്ചിനീയർ. നമ്മുടെ MM അക്ബർ സാഹിബിനോട് ചോദിക്കുക, ആരാണ് സാലിംക? സാലിംക കളവ് പറയുമെന്ന് MM അക്ബർക്ക് വിശ്വസിക്കുന്നുണ്ടോ? ചോദിക്കുക. ഡോക്ടർ സുബൈർ കളവ് പറയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. ഡോക്ടർ സുബൈറിനെ അറിഞ്ഞവർക്കറിയാം. ഡോക്ടർ സുബൈർ നേരെ മറിച്ച് ഡോക്ടർ സുബൈർ സാഹിബിന്റെ പേര് പറഞ്ഞ് ഇന്ന് പ്രസംഗിച്ചാറുണ്ടല്ലോ, അയാൾ കളവ് പറയുന്ന വെച്ചാൽ ലോകത്തെല്ലാരും അറിയും. അതേ ലോകത്തെല്ലാരും ഇന്നെല്ലാരും അറിയൂ. കളവേ പറയൂ, കളവേ സ്ഥാപിക്കൂ, കളവിന് വേണ്ടി വാദിക്കൂ, കളവ് മാത്രമേ പറയൂ എന്ന് ലോകം ബോധ്യപ്പെട്ടു. മുജാഹിദ് ബാലുശ്ശേരി പറയല്ല, ഇത് മുജാഹിദ് ബാലുശ്ശേരി പറയല്ല. സഹോദരങ്ങളെ, പച്ച നുണ പറയാൻ. അതുകൊണ്ട് തന്നെ കുറ്റിക്കാട്ടിലെ ജില്ലമായി പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. NV സാലിംക പറഞ്ഞ എന്താണ്? കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ നമ്മുടെ വിളി കേൾക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ അതിന് ശിർക്കില്ല. ഞാൻ പറയട്ടെ, ഇതിനെയാണ് ഇത് പറഞ്ഞാൽ കുഴപ്പമില്ല, ഇതാരും വിമർശിക്കുന്നില്ല, ഇതാരും ചോദ്യം ചെയ്യുന്നില്ല എന്നാണ് മുസ്ലിയാർ പറയുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ മുസ്ലിയാരെ, 2009 ആറ്റിങ്ങലിൽ വെച്ച് മുഖാമുഖത്തിൽ
ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഒരു മുസ്ലിയാരെ ചോദ്യത്തിന് ബാത്റൂമിൽ കയറി സോപ്പ് തീർന്നു പോയാൽ അടുക്കളയിലെ ഭാര്യ ഇത് കാണുന്നില്ല, ആ ഭാര്യയോട് സോപ്പ് ഇങ്ങോട്ട് താ എന്ന് പറയുന്നത് പോലെയാണ് ഹാജറുള്ള ജിന്നിനോട് തേടൽ, മലക്കിനോട് തേടൽ എന്ന് മുസ്ലിയാരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താ ഇത് മറന്നുപോകും? നിങ്ങൾക്ക് എന്ത് പറ്റി? മനുഷ്യനായി പറഞ്ഞാൽ എന്ത് ഇങ്ങനെ സംഭവിക്കുന്നത്? അള്ളാഹു തലച്ചോറ് ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ് അസുമ്മും ബുക്കും ലദീന ലാ യഖിലൂൻ. അള്ളാഹിന്റെ അടുത്ത് ഏറ്റവും നികൃഷ്ടർ കണ്ണും കാതും ഹൃദയം കൊടുത്തിട്ട് അത് വർക്ക് ചെയ്യാത്തവരാണ്. നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തത്? ഇത് കുറ്റിക്കാട്ടിലെ ജില്ല. എന്തിനധികം എറണാകുളത്ത് ഇസ്മായിലുമായി ഞാൻ സംസാരിച്ചപ്പോ ഭാര്യ അപ്പുറത്തുണ്ട്, അവളെന്നെ കാണുന്നില്ല, ചായ ഇങ്ങോട്ടെടുക്കുന്നു പറയുന്ന പോലെയാണ് ഞാൻ പറഞ്ഞപ്പോ അത് മൊബൈലിൽ കേട്ടുകൊണ്ടിരുന്ന, അത് കേൾപ്പിച്ച് ഞാനറിയാതെ ചതിച്ച് അനസ് മുസ്ലിയാരെ കേൾപ്പിച്ചു വിടരുക. പിന്നീട് ഒരിക്കലും ഒരു 2 കത്തെഴുതിയവരറിഞ്ഞൽ ഇത് ഞങ്ങൾ രണ്ടുപേരും എം വി സാലിംകായും ഞാനും ഇത് പറയുന്നതിന് മുമ്പ് ഇത് അനസ് മുസ്ലിയാര് KNM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട വേദികൾ പറഞ്ഞു. ഇന്നും ആ കേസറ്റ് പിൻവലിച്ചിട്ടില്ല, അത് തെറ്റാന്ന് പറഞ്ഞിട്ടില്ല, അത് തിരുത്തിയിട്ടില്ല. അനസ് മുസ്ലിയാർ ആ പറഞ്ഞത് ശരിയല്ല എന്ന് KNM-ന്റെ നേതാക്കന്മാർ തിരുത്തിയിട്ടില്ല. എന്നിട്ട് അതേ ഉദാഹരണം മറ്റൊരാൾ പറഞ്ഞപ്പോ അയാൾ നേരെ കുതിര കയറുമ്പോൾ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഖുർആനിന്റെ ആശയം അറിയില്ല, ഖുർആൻ ഓതാനറിയാം, അർത്ഥം പറയാനറിയാം, ഒക്കെ അറിയാം, പക്ഷെ ഖുർആനിന്റെ ആശയം അനുസരിച്ച് ജീവിക്കാൻ അറിയാത്തത് കൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഒരു വാചകം ഞാൻ പറഞ്ഞു തരാം. വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത അവരോട് അനീതി പറയാൻ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന ഖുർആനിന്റെ വചനം അറിയില്ലെങ്കിൽ പറഞ്ഞുതരാ. 5-ാം അധ്യായം 8-ാമത്തെ വചനാണ്. ഒരു വലിയ കടലാസ് കിട്ടി കഴുത്തു തൂക്കിയാൽ ഈ മുസ്ലിയാർക്ക് ഒരുപക്ഷെ ബോധം വന്നേക്കാം. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവമായി പറയാണ്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, വളരെ പ്രധാനമായി പറയേണ്ട രണ്ടാമത്തെ കാര്യം, കൊല്ലത്ത് നടന്നിട്ടുള്ള പരിപാടിയെ കുറിച്ചുള്ള മുസ്ലിയാരെ കൂറുവാണം, അഹങ്കാരം. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. കൊല്ലത്ത് നടന്നിട്ടുള്ള പരിപാടി എന്താണ്? ഞാൻ എന്റെ ഈ ബൈലസിലെ പ്രഭാഷണം KNM-ന് വേണ്ടി കേട്ട് എന്റെ പേരിൽ ആരോപണമേക്കാൻ കേൾക്കുന്നവരോട് മരിച്ചു പോകുന്ന ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ. നിങ്ങൾക്ക് പടച്ചോനെ പേടിയുണ്ടെങ്കിൽ, മരണത്തിന് ശേഷം ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൗരവമായി കേൾക്കുക. എന്താണ് കൊല്ലത്തുണ്ടായത്? ഞാനത് വിശദീകരിച്ചു, വീണ്ടും വിശദീകരിക്കുക. കാരണം ഞാൻ ആ വിശദീകരിച്ചൊരു പക്ഷേ മുസ്ലിം കേട്ടിട്ടുണ്ടാവും, മുസ്ലിംക്ക് വസ്തുത അറിയുകയും ചെയ്യാം. എന്നിട്ടും കാരണം വ്യത്യസ്ത സദസ്സാണല്ലോ, പേരോടിന്റെ ശിഷ്യരുമാണ്, പേരോടിന് അങ്ങനെ തരാറുണ്ട്. എന്ത് നമ്മൾ അത് വിശദീകരിച്ചു കൊടുത്താലും എത്ര ക്ലിയർ ആയാലും മുസ്ലിം വേറൊരു സദസ്സിലാണ് അത് പറയും. ആ മുസ്ലിംറെ ശിഷ്യരായത് അപ്പൊ അതെന്തായാലും ഉണ്ടാവും, എന്തായാലും ഇതുണ്ടാവും. എല്ലാവർക്കും ഇക്കാര്യം ഉണ്ടാവും. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവമായി പറയാണ്, കൊല്ലത്ത് നടന്ന എന്താണ്? കൊല്ലത്ത് യഥാർത്ഥത്തിൽ ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ഒരു വിവാദ പ്രസംഗവുമായി ബന്ധപ്പെട്ടല്ല കൊല്ലത്ത് മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിക്കാൻ പോകുന്നത്, ഈ ഉള്ളവൻ പ്രസംഗിക്കാൻ പോകുന്നത്. നിങ്ങൾ ശരിക്കും ആരെ ഭാഗത്താ കുഴപ്പമെന്ന് ശരിക്കും പഠിച്ചോളി. ആർക്കും നമ്മുടെ ബുദ്ധി പഴയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ശരിക്കും ആലോചിച്ചോളൂ. ഞാൻ പറഞ്ഞുതരാം. കൊല്ലത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് 4 കൊല്ലങ്ങൾക്ക് മുമ്പ് അത് നിങ്ങൾ ശരിക്കും അറിയണം. ഈ മുസ്ലിയാർ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ പരിഹാസവുമായി കടന്നുകൂടിയാൽ മരിച്ചുപോകും. നിലവാരമില്ലാത്ത പുരോഹിതന്മാരെ പോലെയും അവരുടെ ശിഷ്യന്മാരെ പോലെയും KNM-ന്റെ ബൈലക്സിലും ഇനി ഏത് ബൈലക്സിലാണ് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലാണെങ്കിലും നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. നമുക്ക് നിലവാരം തരിച്ചുകൊണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കറിയാം 4 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. അതായത് പള്ളിമുക്കിൽ ഞാൻ പ്രസംഗിച്ചു 2 മണിക്കൂർ. ഇബ്രാഹിം മില്ലത്തായിരുന്ന വിഷയം. ആ കേസറ്റ് കേട്ട എല്ലാവർക്കും അറിയാം. അതിൽ ഒരു വിവാദ വിഷയങ്ങളുണ്ടായിരുന്നത് കൃത്യമായ പ്രബോധനം. അതവർ കയ്യേറി വമ്പിച്ച പ്രശ്നങ്ങളുണ്ടായി. കൊല്ലം ജില്ലയിലെ താഹ സാഹിബിന് അനുജന്റെ നെഞ്ചിന് കല്ലേറ് കൊണ്ടു. അദ്ദേഹം ബോധം വിട്ട് 2 ദിവസത്തിലധികം ഹോസ്പിറ്റലിൽ കിടന്നു. എന്നെ പോലീസുകാർ സംരക്ഷിച്ചു. വലിയ അടിയുണ്ടായി. അതേ സ്ഥലത്ത് തൊട്ടടുത്താണ് ഐത്തിൽ, കൊല്ലം ജില്ലയിലെ ടൗണിലെ ഐത്തിൽ എന്ന് പറയുന്ന പ്രദേശം. അവിടെ എന്റെ അനുജൻ സിറാജുൽ ഇസ്ലാം പ്രസംഗിച്ചു. സിറാജുൽ ഇസ്ലാം നാസുർ സുന്ന എന്ന പേരിൽ നിങ്ങൾക്ക് ബൈലക്സിൽ കിട്ടുന്ന പ്രസംഗം. എന്റെ അനുജൻ ആ സിറാജുൽ ഇസ്ലാം പ്രസംഗിച്ചു. അവിടെ അടിയുണ്ടായി, വമ്പിച്ച പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾക്കൊടുവിൽ ആ കേസ് ഇങ്ങനെ നടന്നു. ആ കേസ് നടന്ന കേസിൽ വിജയമുണ്ടായി. അവസാനം സുന്നി പണ്ഡിതന്മാർ മാപ്പ് പറയാൻ തീരുമാനം. അവിടെ നൌഫൽ സാഹിബിനെ വിളിച്ചാൽ നിങ്ങൾക്കറിയാം. KNM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി നൌഫൽ സാഹിബിനെ വിളിച്ചാൽ നിങ്ങൾക്കറിയാം ഈ മുസ്ലിയാർ പറയുന്നത് സത്യമാണോ എന്ന്. ഈ മുസ്ലിയാർ എന്തിനാണ്, മുസ്ലിയാർ എന്താ മനസ്സിലാക്കാത്തത്? നിങ്ങൾ ലോകം വിലയിരുത്തുന്നു മുസ്ലിയാരെ, മനുഷ്യരെ നിങ്ങൾ വിലയിരുത്തുന്നു. അല്പമൊക്കെ സ്റ്റാൻഡേർഡ് ആവാം, അല്പമൊക്കെ ഉയരാം.
നുണ എന്തിനിങ്ങനെ പഠിച്ചവനെ ഇത്തോതിൽ നുണ പറയുമ്പോൾ മലക്കുകളോട് അള്ള വിളിച്ചു പറയും അവനെ കദ്ദാബ് എന്ന് ലോകത്തെ എഴുതി വെക്കുക, അതിൽ നിങ്ങൾ പെടരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ പറയാൻ, വളരെ സ്നേഹിച്ചതുകൊണ്ട് പറയാൻ. എന്റെ സ്നേഹം പഠിച്ചവനായതുകൊണ്ട് തന്നെ എന്റെ വെറുപ്പും വളരെ ശക്തമായിരിക്കും. അതാണ് അതിനുള്ള കാര്യം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്തിനോ അത് അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ ഏറ്റവും വെറുക്കുന്നതും ആ അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കും. അതിൽ ബാപ്പാന്റെ തലയറിഞ്ഞ് വാളിൽ കുത്തി വരേണ്ടി വന്നാൽ അതും ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടു മതത്തിന് അനുയായികൾ എന്ന നിലക്ക് നമുക്ക് അതിൽ കോംപ്രമൈസ് ഇല്ല. അത് ആരായാലും അത് നാളെ ഹുസൈൻ ഷറഫി എന്നു വിചാരിക്കുക നിങ്ങൾ, അല്ലെങ്കിൽ എം അക്ബർ എന്ന് വിചാരിക്കുക, എങ്കിലും നമ്മുടെ സമീപനം അത് തന്നെയായിരിക്കും. ദീനിലെ സമീപനം ആരും എന്നെ സംബന്ധിച്ചിടത്തോളതായിരിക്കും. എനിക്ക് മറ്റൊരാളോട് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ സക്കരിയ സ്വലായി അടിസ്ഥാനപരമായ ഒരു ശിർക്കിന്റെ വാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അദ്ദേഹത്തെ എതിർക്കും. എനിക്ക് ഓർമ്മയുണ്ട്, വളാഞ്ചേരിക്കടുത്തുള്ള അത്തിപ്പറ്റയിലെ എന്റെ പ്രസംഗത്തിൽ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തിൽ നിന്ന് മക്കാ മുസ്ലിമുകളുടെ വിശ്വാസത്തിലേക്ക് എന്ന കേസറ്റിൽ അബ്ദുൽ ജബ്ബാർ മൗലവിയോ KK സക്കരിയ സ്വലായിയാണ് ശിർക്ക് പറയുന്നെങ്കിൽ അവരെ പിച്ചു ചീന്തി വലിച്ചെറിയും ആദർശപരമായി എന്ന് ഞാൻ മാസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രസംഗം ഒരു പക്ഷേ മഹാപണ്ഡിതന്മാർ കേൾക്കുന്നുണ്ടാവും, ഞാൻ പേര് പരാമർശിക്കപ്പെട്ട വ്യക്തികൾ കേൾക്കുന്നുണ്ടാവും. എനിക്കൊന്നേ പറയാനുള്ളൂ, നമുക്ക് അള്ളാഹുവിന് മുമ്പിലാണ് ബാധ്യത. പഠിച്ചവനോടാണ് കാര്യങ്ങൾ പറയേണ്ടത്. അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ തോറ്റുപോകരുത്. പഠിച്ചവൻ നമ്മളെ കുറ്റവാളികളെ മാറി നിൽക്കുക എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകരുത്, അതാരും ഉണ്ടാകരുത്, ഒരു പണ്ഡിതനും ഉണ്ടാകരുത്, ഒരു അനുയായിയും ഉണ്ടാകരുത് എന്നത് മാത്രമാണ് ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. കൊല്ലത്തിലെ ഐറ്റിൽ ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുന്നി പണ്ഡിതന്മാർ നമ്മളോട് മാപ്പ് പറയാൻ സ്നേഹപൂർവം മുസ്ലിം സ്നേഹപൂർവം മാപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന് ഞാൻ പറഞ്ഞിട്ടല്ല, ഞാൻ അറിഞ്ഞിട്ടല്ല, എന്റെ അനുചരറിഞ്ഞിട്ടല്ല, നൗഫൽ ഖാൻ ഞങ്ങൾ വിളിക്കുകയാണ്. ഇതാ ഇവിടെ പണ്ഡിതന്മാർ, സുന്നി പണ്ഡിതന്മാർ നമുക്ക് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രോഗ്രാമായി വെക്കണം. ആ പ്രോഗ്രാമിൽ വരാൻ അർഹർ അനസ് മുസ്ലിയാരല്ല, അബ്ദുറഹ്മാൻ സലഫിയല്ല, ഹനീഫ് കായ്ക്കുടിയല്ല, കേരളത്തിൽ ഒരു പണ്ഡിതനുമല്ല, മറിച്ച് നിങ്ങൾ രണ്ടുപേരുമാണ്. കാരണം അവിടുത്തെ വിഷയങ്ങളിൽ എതിരേറ്റവർ നിങ്ങളാണ്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ടാണ് ആ പരിപാടി ഉണ്ടാക്കുന്നത്. ഇനി പറയൂ പ്രിയപ്പെട്ടവരെ, അനസ് മുസ്ലിയാർ അയച്ച നേതാക്കന്മാർ ചെയ്തത് ശരിയാണോ? അവിടെ ഒരു മറുപടി പ്രസംഗമാണോ? അവിടെ ഒരു വാദപരിവാദമാണോ? ഞാൻ കേരളത്തിൽ പറയാൻ പോയതാണോ? ഈ വിഷയത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഇനി നിങ്ങൾ അറിയണം, ഇത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കാവുന്ന ദിക്കുകളിൽ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ അനസ് മുസ്ലിയാർ നിങ്ങൾ കേൾപ്പിക്കണം. ഇനി അനസ് മുസ്ലിയാറിനെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കണം. ഇനി ഹനീഫ് കായ്ക്കുടിയുടെ അനുജനുണ്ടല്ലോ, നീ കേൾക്കുന്നുണ്ടെങ്കിൽ മോനെ നീയും കേൾക്ക്, കാര്യങ്ങൾ മനസ്സിലാക്ക്, കൃത്യമായി മനസ്സിലാക്ക്. അതേ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇവിടെ ഗൗരവമായി ഈ വിഷയത്തിന്റെ ചർച്ച നടന്നപ്പോൾ ഞങ്ങൾ പങ്കെടുക്കുകയാണ്. എന്റെ അനുജന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ലീവ് കിട്ടാത്തതുകൊണ്ട്. പിന്നെ ഞാനും നസീറുദ്ദീൻ റഹ്മാനിയുമാണ് അവിടെ പോകുന്നത്. ഈ പ്രോഗ്രാം നടക്കുന്ന ദിവസം രാവിലെ ഞാൻ അവിടെ എത്തി. ഉച്ചയോടായപ്പോൾ ആദ്യം എന്നോട് ഒരു അനസ്വസലായി പങ്കെടുക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്നുള്ളൂ. അത് അനസ് മുസ്ലിയാരാണ് എന്നെനിക്കറിയുമായിരുന്നില്ല. അവിടെയും എന്നെ ചതിക്കുകയായിരുന്നു. അതിനുശേഷം ഉച്ചയോടടുത്തപ്പോൾ അനസ് മുസ്ലിയാർ എനിക്ക് മറുപടി പറയാൻ അബ്ദുറഹ്മാൻ സലഫിയും നൂർഷക്കായും, അത് ഞാൻ വെറുതെ പറയല്ല, നൂർഷക്കാന്റെ ഫോൺ കോളിൽ വിളിച്ചപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പ്രസംഗിച്ചാൽ അനസ്വരമിൽ പറയും, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് നൂർഷക്ക പറയുന്നതും സലഫിയുമായി വിഷയം സംസാരിക്കുന്നതും ഇതിൽ സെൽഫ് വില്ലിംഗ് ആകുന്നതും ഞാൻ ഹാജരായി കൊല്ലം ജില്ലയിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ട കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് പേര് പറയുന്നത്. ഇത് സത്യമെന്ത് എന്ന് തെളിയാൻ വേണ്ടിയാണ് ഈ പേര് പറയുന്നത്. അവരോടൊരു വിരോധവുമില്ല, സ്നേഹമല്ലാതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടല്ലാതെ. പക്ഷേ അവർ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതിൽ പങ്കാളികളാകുന്നുവെങ്കിൽ ആ വിഷയത്തിൽ അവരോട് കോംപ്രമൈസ് ഇല്ല എന്നാണ് ഞാൻ ഈ കാര്യത്തിൽ പറയുന്നത്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിച്ചു നൗഫൽ ഖാനോട്, മുഖത്ത് നോക്കി ഒരു കാര്യം ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകരുത്, എനിക്ക് മറുപടി പറയാൻ അനസ് മുസ്ലിയാർ വരുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് നുണ പറഞ്ഞില്ല. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അന്നും ഇന്നും എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് നല്ല ധാരണയുള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതെ, നേതൃത്വം അയക്കുകയാണ് എന്ന് പറഞ്ഞു. ഏതാണ് ആ നേതൃത്വം? അത് നിങ്ങൾ ആലോചിക്കുക. സക്കരിയ മൗലവിയുടെ നേതൃത്വമാണോ? മുജാഹിദ് ബാരിശ്ശിയുടെ നേതൃത്വമാണോ? അതല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ നേതൃത്വമാണോ? അല്ലല്ലോ. ആ നേതൃത്വം അയച്ചിട്ടാണ് വരുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഐത്തിൽ എന്താണ് നടക്കുന്നതെന്നും അവിടുത്തെ സാഹചര്യം എന്താണെന്നും നിങ്ങൾ ആലോചിച്ച് നോക്ക്. കല്യാണത്തിന് ഒരാൾ നിക്കാഹിന് പോയി, ആ നിക്കാഹിന് മറുപടി അറിയാൻ മുസ്ലിയാർ അയച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതും കേന്ദ്രമന നേതാക്കന്മാര്. സാഹചര്യം പോലും മനസ്സിലാക്കാൻ അറിവില്ലാത്ത വെറും അന്ധമായ കഥ പറഞ്ഞത്. സെൽഫി ഇതിനെ നശിപ്പിക്കുന്ന നമ്മൾ വെറുതെ പറയല്ല. ഒരു പ്രബോധന സംരംഭത്തിൽ ഖുറാഫികൾ തടിച്ചുകൂടിയ, നിങ്ങൾക്കറിയുമോ, 2 ജലപീരങ്കി
8 വാഹനം നിറച്ചും പോലീസുകാർ. അവരെല്ലാം നിൽക്കുന്നിടത്താണ് ഈ പരിപാടി. അമുസ്ലിങ്ങൾ ശ്രദ്ധിക്കുന്ന, നമ്മൾ എന്താണ് പറയാനുള്ളത് ശ്രദ്ധിക്കുന്ന, നമ്മുടെ പ്രബോധന സ്വാതന്ത്ര്യത്തെ തടയുന്നതിന് എല്ലാ വശങ്ങളും വിശദീകരിക്കുന്ന നല്ല പ്രസംഗം നടക്കുന്ന സ്ഥലം അത്. അവിടേക്കാണ് എനിക്ക് മറുപടി പറയാൻ അനസ് മുസ്ലിയാരെ പറഞ്ഞേക്കുന്നത്. സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ നൗഫൽ സാഹിബിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു ഇഷ്യൂസ് ഇത്തരം ഒരു സദസ്സിൽ ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല. അനസ് മുസ്ലിയാരോട് സ്വാഭാവികമായും ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. തുറന്ന ഹൃദയത്തോടെ ഞാൻ അന്ന് പറഞ്ഞ വാക്കുകളിലാണ്. ഒരുപക്ഷെ നൗഫൽക്കാർക്ക് നിങ്ങൾ നാളെ ഫോൺ ചെയ്ത് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്കിൽ കളവിന്റെ അംശമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചോളൂ. കാരണം അദ്ദേഹം കളവ് പറയില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്റെ വിചാരണക്കെതിരായ അദ്ദേഹം അവരോടൊപ്പം ചേർന്ന് പറഞ്ഞാൽ അത് ഞാൻ അല്ലാഹുവിലേക്ക് മാത്രം വിടുകയാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാകരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇത്തരമൊരു സദസ്സിൽ അനസ് മുസ്ലിയാർ ഞാനും ഒന്നിച്ചു വരരുത്. അതുകൊണ്ട് അനസ് മുസ്ലിയാർ പ്രസംഗിച്ചോട്ടെ. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ ഇതാണെന്നും ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിലുള്ള പ്രശ്നമല്ലെന്നും ഇവിടുത്തെ സാഹചര്യം ഇതാണെന്നും അദ്ദേഹത്തോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇതാണ് അവിടെ ഉണ്ടായത്. അതിനുശേഷം വീണ്ടും ഈ പണ്ഡിതന്മാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി അനസ് മുസ്ലിയാർ പ്രസംഗിക്കുന്നതുകൊണ്ട് എനിക്ക് വിഷമമില്ല. അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഞാൻ പ്രസംഗിക്കും. സമാപനം ഞാൻ. കാരണം എന്റെ പേരിൽ അടിക്കപ്പെട്ട ഒരു സംരംഭത്തിൽ ഏതുപോലെ കല്യാണത്തിന് ക്ഷണിക്കാത്ത ഒരാൾ വരുന്നതും കല്യാണത്തിന് ക്ഷണിച്ച ഒരാൾ വരുന്നതും ആരാ പ്രധാനം? കല്യാണത്തിന് ക്ഷണിച്ചിട്ട് വന്ന ഒരാളെ മുമ്പിൽ ഇല വിളമ്പി ആ ഇല വലിച്ചു കളയലും കല്യാണത്തിന് ക്ഷണിക്കാത്ത ഒരാൾ വരുമ്പോ അവിടെ ഇല ഇട്ട് കൊടുക്കലും നീതിയാണോ? മനുഷ്യരെ, ബൈലക്സിലെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, എന്ത് നീതി, എന്ത് പരലോകം ഇവിടെ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ വൈകാരികത പലരും ചർച്ച ചെയ്യാറുണ്ട്. എങ്കിൽ അറിയുക, അവരുടെയൊക്കെ തൊണ്ടയിലാണ് ഈമാനെങ്കിൽ എന്റെ ഈമാനതല്ല. അതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ പറയാതെ വയ്യ, എനിക്ക് സത്യം പറയാതെ വയ്യ. ലോകത്ത് നിങ്ങളൊക്കെ ഒറ്റപ്പെടുത്തിയാലും ബൈലക്സിലെയും നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായാലും ഈ വിഷയത്തിൽ ഇന്നിവർ നടത്തുന്ന ഈ ജഹാലച്ചുകളോട് എനിക്ക് കോംപ്രമൈസ് ഇല്ല. കേരളത്തിലെ മുഴുവൻ മുജാഹിദുകളും ലോകത്തിലെ മുഴുവൻ മലയാളി മുജാഹിദുകളും ഒറ്റക്കെട്ടാവുകയും ഞാൻ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്താലും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതുപോലെ ലോകത്തിന്റെ ഒരു തുരുത്തിൽ ഞാൻ ഒറ്റപ്പെട്ടാലും എന്റെ കൂടെ എന്റെ റബ്ബുണ്ടാകും. ഞാൻ ഹക്കിലാണ് എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം കേന്ദ്രമിനെ നേതാക്കന്മാർ വിളിച്ചു. അവരെ പിടിവാശി പിടിച്ചു. മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചതിന് ശേഷം മനസ്സ് പ്രസംഗിക്കും. ഇനി നിങ്ങൾ ആലോചിക്ക്, ഈ വികാരം നന്മയാണോ? ഐത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന നന്മയാണോ? ഒരു ദേവത്തിന് ഒരു മാർഗം തുറന്നു കിട്ടിയിട്ട് അത് തടുക്കുന്നു ഇവർ എന്ന് ഞങ്ങൾ പറയുന്ന വെറുതെയല്ല. നിങ്ങൾ ഈ കാര്യം ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ നേതാക്കന്മാർ കോംപ്രമൈസ് ആകൂല എന്ന് മനസ്സിലായപ്പോ എന്റെ സ്നേഹിതനല്ലേ, ഞാൻ സ്നേഹിച്ചവനല്ലേ, ഞാൻ ഹൃദയത്തിൽ തട്ടി സ്നേഹിച്ചവനല്ലേ എന്ന നിലയിൽ അനസ് മുസ്ലിയാർ ഞാൻ വിളിക്കാൻ, അനസേ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെ. പിന്നെ എന്നോട് പറഞ്ഞ വാക്കുകൾ വളരെ വൈകാരികമാണ്. ഞാൻ ഒരിക്കലും മനസ്സിൽ നിന്നത് പ്രതീക്ഷിച്ചില്ല. അനസ് എന്നോട് പറഞ്ഞു, നിന്നെ ഇരുത്തിക്കൊണ്ട് മറുപടി പറയാനാണ് ഞാൻ വരുന്നത്. കേന്ദ്രമിനെ പറ്റി നീ ഒരക്ഷരം പറഞ്ഞാൽ അതിന് മറുപടി പറയാനാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അനസേ നീ ഇങ്ങനെ പറയണ്ട. ഒരു നിലക്കും നീ എനിക്ക് വലുതല്ല. ശാരീരികമായി നീ എന്നെ നേരിട്ടാലും നീ എനിക്ക് വലുതല്ല. സാമ്പത്തികമായി നീ എന്നെ നേരിട്ടാലും നീ എനിക്ക് വലുതല്ല. അതുപോലെ പ്രഭാഷണ വൈഭവം കൊണ്ട് നീ എന്നെ നേരിട്ടാലും നീ എനിക്ക് വലുതല്ല എന്ന് ഞാൻ ഒറ്റ വാചകത്തിൽ സൂചിപ്പിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവിടുത്തെ സിറ്റുവേഷൻ ഇതാണ്, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടക്കണം, നീ വന്നോ ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഞാൻ വിൽക്കുകയുണ്ടായത്. പിന്നെ അനസ് മുസ്ലിയാർ സദസ്സിൽ വന്നു. ഞാൻ നല്ലൊരു പ്രസംഗം ചെയ്തു. എനിക്ക് പറയാനുള്ള ആവശ്യം കൃത്യമായി ഞാൻ പറഞ്ഞു. നാസറുമായി തന്നെ ജയിൽ മോചിതനായപ്പോ പറഞ്ഞ പോലെ പറഞ്ഞു, എന്റെ പാലപ്പെട്ടിയിലെ വീരമില്ലാത്തത്, എന്റെ മറ്റു സ്ഥലത്തേക്ക് വീരമില്ലാത്തത് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, എനിക്ക് വിവരമുള്ളതുകൊണ്ട്. നിന്നെ അയച്ചവർക്കും നിനക്കും അതില്ലെങ്കിൽ എനിക്കതുള്ളതുകൊണ്ട്, എനിക്ക് പക്വതയുള്ളതുകൊണ്ട്, അവസരത്തെയും സാഹചര്യത്തെയും തിരിച്ചറിയാനുള്ള ബുദ്ധിയുള്ളതുകൊണ്ട്, മറ്റൊരാളെ ചെലവിൽ ജീവിക്കാത്തതുകൊണ്ട്, ആളിനെപ്പോലെ ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് എന്നാണ് എനിക്ക് നിന്നോട് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതെ, ഒരു സാഹചര്യം തിരിച്ചറിയാനുള്ള കഴിവ് അത് പാലപ്പെട്ടിയിലിതല്ല. പാലപ്പെട്ടിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിലെ തെറ്റ് പറയാൻ തന്നെയാണ് പോയത്. അവിടെ അത് പറഞ്ഞു, വന്നോ ഇൻഷാ അല്ലാഹ് സഹോദരൻ ഞാൻ വരും, നീ ഇരിക്കുക എന്റെ വേദിയിൽ. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന മറുപടി പറയാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു പേഴ്സണലായി. നിന്നെ
വേറൊന്നല്ല, പേഴ്സണലായി നിന്നെ ഞാൻ വിളിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ നിന്നെയും, ശരിയാണെന്ന് സ്ഥാപിക്കാൻ എന്നെയും തെളിവിന്റെ മാനദണ്ഡം വെച്ച് അവിടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ എനിക്ക് മുസ്ലിയാരോട് പറയാനുള്ളത്. അതുകൊണ്ട് ജനങ്ങളെ അവിടെ നടന്നത് ഇതാണ് എന്ന് പറഞ്ഞു. എന്ത് വേറെ സ്ഥലത്ത് മുമ്പ് പ്രസംഗിച്ചപ്പോൾ ലാലുവേൽ പറഞ്ഞു, ഗോളി ഇല്ലാത്ത പോസ്റ്റിലടിക്കുന്നു. ഇപ്പൊ ഞാനുണ്ട്, ആൺകുട്ടികൾ അവിടെ ഇരുന്നിരുന്നു, തന്നെ പൊക്കിത്തരം തിരക്കടില്ല. അതിന്ന് കൂനോടുണ്ടായി. ജക്കരിയ സുലാഹിനെ വെല്ലുവിളിക്കുക. അറിഞ്ഞുകൂടെ ജക്കരിയ സുലാഹിന്റെ മുമ്പിൽ ഇരുന്നാൽ ഒന്നും രണ്ടും ഒന്നിച്ച് നടക്കും. പിന്നെ അത് കോരാൻ വേറെ അനുയായികൾ വേണ്ടി വരും. ജക്കരിയ സുലാഹിനെ അറിവുള്ളവരല്ലേ അറിവില്ലാത്തവർ വെല്ലുവിളിക്കുന്നത്? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കും. വെല്ലുവിളിക്കുമ്പോ ഓർക്കണ്ടേ, കുറെയൊക്കെ ഓർക്കണ്ടേ? ജക്കരിയ സുലാഹി പങ്കെടുത്ത പരിപാടിയിൽ പൂച്ചക്കുട്ടിയെ പോലെ വയ്യിലിരുന്ന് ജക്കരിയ സുലാഹിയുടെ അറിവ് കണ്ട് കണ്ണു കുറുത്തിരുന്ന ശിഷ്യന്മാരാണ് ഇപ്പം വെല്ലുവിളിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്താണെന്ന് തൊള്ളത്താ നടക്കുമ്പോ കൂടെ കൂടികൾ ചിലപ്പോ കയ്യടിക്കും, തെക്കുബീർ ചെല്ലും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാനെ മറക്കല്ലേ പൊന്നാനസേ, പഠിച്ചോനോർത്തിട്ട് മറക്കല്ലേ. നിനക്ക് എനിക്കൊക്കെ മത്സരയിൽ കണ്ടുമുട്ടാറുണ്ട്. അന്നൊരാളുണ്ടാവില്ല, അന്നൊരാളുണ്ടാവില്ല. അന്ന് നമ്മൾ ഒറ്റക്ക് നേരിടേണ്ടി വരും. ഈ ബോധം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ഒരു സ്റ്റേജിൽ കയറുമ്പോൾ നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾ ചോദിക്കും, എന്താ മുജാഹിദ് വാർഷിക ഇത്ര വൈകാരികത? പരലോകം ഇല്ലായിരുന്നെങ്കിൽ വൈകാരികത ഉണ്ടാവില്ല. സൂപ്പിട്ട് ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് കയ്യടി വാങ്ങി ഉഷാറായിട്ട് ജീവിക്കാമായിരുന്നു ഈ ദുനിയാവില്, ഒരു പ്രയാസവും ഇല്ലാതെ. പക്ഷെ ആഖിറയുണ്ട് കുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് ഇത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ വളരെ പ്രധാനമായ മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ. അതെന്താണെന്നറിയോ? അത് സുബൈർ ഡോക്ടറുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജക്കരിയ സുലാഹി ഒരു കുട്ടിയെ ഇഫ്സർ റഹ്മാന്റെ അടുത്തേക്ക്, കാരണം അത് രണ്ടും അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതിൽ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒന്നാമത്, ഒരു ആള് ചോദിച്ചപ്പോൾ നിങ്ങൾ ഡോക്ടർ സുബൈറിന്റെ അടുത്തേക്ക് റുഖിയ ഷെറീഫുമായി ബന്ധപ്പെട്ട് ജിന്നുബാധയുള്ള ഒരാളെ പറഞ്ഞയച്ചിരുന്നു. 1/2 മണിക്കൂറിലധികം ആ കുട്ടിയെ അതിന് പ്രസംഗിച്ച്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെയോ ഡോക്ടർ ഒരു MBBS കാരനാണ്, അതുകൊണ്ട് നുണയൻ, കള്ളമാണ്. അദ്ദേഹം MBBS കാരനാണ്, അത് കള്ളമാണ് നല്ല പറഞ്ഞ്. മറിച്ച് ഡോക്ടർ സുബൈർ MBBS കാരൻ, ഇപ്പൊ താരിഫിൽ അദ്ദേഹം ഉണ്ട്, അദ്ദേഹം നമ്പർ ഇവിടെ ഞങ്ങൾക്ക് തരാം. അദ്ദേഹം മെഡിക്കൽ ട്രസ്റ്റിലാണ് വർക്ക് ചെയ്ത്. ഇവരൊക്കെ ഈ അനുസരിനേക്കാളൊക്കെ അമുസ്ലിങ്ങൾക്ക് ദൈവത്തീർത്തിയ പക്വതയുള്ള, അറിവുള്ള, ക്ഷമയുള്ള, സത്യസന്ധതയുള്ള, അള്ളാഹുവിനെ പേടിക്കുന്ന, ഒരാളുമായി ജീവിതത്തിൽ പിണങ്ങാത്ത നല്ലൊരു മനുഷ്യനാണ്. അത് നമുക്ക് ഈ പങ്കെടുത്ത 3 ആളുകളെക്കാൾ നമുക്ക് ഡോക്ടർ സുബൈറിനെ വിശ്വസിക്കാം. അതായത് ഡോക്ടർ സുബൈർ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നത് പോലെ ഈ 3 ആൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഓരോ ജീവിതം കൊണ്ട് ഒരു തെളിയിച്ചാൽ. അതുകൊണ്ടാണ് വ്യക്തിപരമായി ഇന്നാള് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ജനങ്ങൾ പറയുമ്പോൾ ചൂടാകുന്നത്. അതൊരിക്കറിയാം. അതുകൊണ്ടാണ് ഇരിക്കണോ എന്നൊക്കെ തൊള്ളയിടുന്നത്. അതുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് വളരെ പ്രധാനമായ ഒരു കാര്യം ഇതിൽ വിശദീകരിക്കാണ്ട്, MBBS ഡോക്ടർ എന്ന നിലക്കല്ല പറഞ്ഞേച്ച്, അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മറിച്ച് റുഖിയ ഷെറിയ ചെയ്യാൻ ഡോക്ടർ മാത്രം. ഇതിൽ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇഫ്സുർ റഹ്മാനും ഡോക്ടറും സൗദിയിൽ ജീവിച്ചവരാണ്. ഇവിടുത്തെ പണ്ഡിതന്മാരുമായി നിരന്തരമായി ബന്ധപ്പെട്ടവരാണ്. ഇവിടെ തൗഹീദ് പൂർണ്ണമായി തിരിയുന്ന, ഈ പോയിന്റ് ഒരിക്കലും മറക്കരുത്, തൗഹീദിന് വേണ്ടി ജീവിക്കുന്ന ഷിർക്കിനെതിരെ പടപൊരുക്കുന്ന ലജ്നത്തു ദായിമയിലെ പണ്ഡിതന്മാർ വരെ ജിന്നുബാധയേറ്റവരെ ചികിത്സിച്ചത് കണ്ടതും ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചതും അനുഭവസ്ഥർ വിശദീകരിച്ചൊക്കെ കേട്ട് കേരളത്തിലെ സെൽഫികളെക്കാൾ ആ കാര്യത്തിൽ പരിജ്ഞാനമുള്ളവരാണവര്. ഏതുപോലെ വിത്തറിലെ കുനൂത്ത്, സൗദി അറേബ്യയിലെ മിക്ക സെൽഫി പള്ളി എല്ലാ പള്ളികളിലും ഉണ്ടല്ലോ. ഇവിടെ ആളുകൾ ചെയ്യുന്നത് കേരളത്തിൽ ചെയ്യുന്നുണ്ടോ? കേരള ജമിയത്തുലമക്ക് അഭിപ്രായമുണ്ടോ? വിത്തറിലെ കുനൂത്തില്ല, ആ ഹദീസ് ലൈഫാണ്. അപ്പൊ സൗദിയിൽ ജീവിച്ച് അവർക്ക് കുറച്ചുകൂടെ പരിജ്ഞാനം ഉണ്ടാവും ഇക്കാര്യത്തിൽ, ഈ കാര്യങ്ങളിലെല്ലാം. അതുകൊണ്ടാണ് ഇനി ജക്കരമണി പറഞ്ഞേച്ച് ഈ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അത് ഞാനൊന്ന് വിശദീകരിക്കേണ്ടി വന്നിരിക്കാൻ. ഇവർക്കാർക്കും ഇസ്ലാമിലേക്ക് ഒരു കുട്ടി വരണമെന്നോ അവൻ ഇസ്ലാമിൽ ഉറച്ചുക്കണമെന്നൊന്നും ഇവർക്കാർക്കും ഇല്ല. ഇവരാരും അങ്ങനെ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ ഗൗരവമായി ഈ കാര്യം നിങ്ങളോട് പറയുന്നു. അതെന്താണ്? ഈ കുട്ടി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഈ കുട്ടി ടോട്ടൽ നിരീശ്വരവാദിയായിരുന്നു. ചെറുപ്പക്കാരൻ, വളരെ ചെറുപ്പക്കാരൻ. അപ്പോ അവൻ പക്കാ നിരീശ്വരവാദിയായി, ദീനില്ലാതെ ഒരു ദിവസം 3 സിനിമയൊക്കെ കാണും. അങ്ങനെ വളരെ വൃത്തികെട്ട് ജീവിക്കുന്നതിനിടയിലാണ് എന്റെ എളിയ പ്രബോധനത്തിന്റെ ചില കേസറ്റുകൾ ഈ കുട്ടി കേൾക്കുന്നത്. അവൻ അങ്ങനെ അത് കേട്ടു തുടങ്ങി. അപ്പൊ അത് കേട്ടു തുടങ്ങിയ ഒരു പ്രസംഗങ്ങളൊക്കെ ഉൾക്കൊണ്ട് അവനിങ്ങനെ വരുന്നതിനിടയിൽ നിങ്ങൾക്കറിയാലോ, പിഴച്ച ഒരാള് ഹിദായത്തിൽ വരുമ്പോ ഏറ്റവും ബേജാറാകുക പിശാചിനാണ് ഏറ്റവും കൂടുതൽ ബേജാറാകുക. ആ പിശാചി ഈ കുട്ടിയെ സ്വാധീനിക്കുന്നതിൽ സംശയമൊന്നുമില്ല. മുന്നിലൂടെയും പിന്നിലൂടെയും. ഇനി കേരള അനുഭവത്തിൽ വിചാരിക്കുന്ന കേജയും ജിന്നുബാധ ഏൽക്കുന്നാൻ
രോഗാണുക്കൾ രോഗം പരത്തുന്ന പോലെ ജിന്നുകൾ രോഗം പരത്തും, ബാധിക്കും, ജിന്ന് ബാധ ഏൽക്കും എന്ന് KJ പറഞ്ഞിട്ടുണ്ട്. എന്റെ ചോദ്യം, രോഗാണു ബാധിച്ചാൽ ചികിത്സിക്കണ്ടേ, ചികിത്സിക്കണോ? അതൊന്നും നമുക്കാർക്കും മനസ്സിലാവില്ല, അത് മാറ്റിവെക്കണോ? രോഗാണു പ്രവേശിച്ചാലും ആർക്കും ഒരു പനി പിടിച്ച് ഉമ്മ കിടക്കുന്നു, ഉമ്മക്ക് ഇന്ന രോഗാണു മതിന് പറയാൻ പറ്റുമോ? ഭർത്താവിന് പറയാൻ പറ്റുമോ? അതിനാണോ ഡോക്ടർ എടുത്ത് കൊണ്ടുപോകുന്നത്? കോമൺ സെൻസ് ഉപയോഗിക്കുന്ന ആളുകള്, കോമൺ സെൻസ്. വാപ്പാക്ക് പനിച്ചു, പനിച്ചത് എന്താ? ഡെങ്കിപ്പനിയാണോ വേറെ ഏതെങ്കിലും പനിയാണോ? അത് ഡോക്ടർ എടുത്ത് കൊണ്ടുപോകുമ്പോ അതിന്റെ സിംറ്റംസ് നോക്കി പറയും ഇന്നതാകാനാ സാധ്യത. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് സ്ഥിരീകരിക്കുമാണ് രോഗം എന്താണെന്ന് പറയാ. ലോകത്തിൽ ഏതും അങ്ങനെയാ, ഏത് ഡോക്ടർ എടുത്ത് കൊണ്ടുപോയാലും അയാൾ പരിശോധിച്ച് സ്ഥിരീകരിക്കൂ, അല്ലേ? അതല്ലേ ലോകത്ത്. ജിന്ന് ബാധയേറ്റാൽ ബാധിച്ചു എന്ന് ഉറപ്പായാലേ ചികിത്സിച്ചോടുന്നു. ഏത് പൊട്ടപ്പോയത്തമാണ് പറയുന്നത്? പൊട്ടപ്പോയത്തം. നിങ്ങൾ ആലോചിച്ചോക്കെ, ഈ കാലഘട്ടത്തിൽ KJ ബുക്ക് ഇറക്കുക, അതിൽ ജിന്ന് ബാധ ഏൽക്കുന്നു പറയാ, ചികിത്സിക്കെന്താന്ന് പറയാ. നിങ്ങൾ എവിടെ നിന്നാണ് മണ്ണിനാരെ ധീര പിടിച്ചത്? നിങ്ങൾ എന്താണ് ഈ സമൂഹത്തെ കൊണ്ട് കൽപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ നിന്റെ ഗൗരവം മനസ്സിലാക്കുന്നോ? ഞാനിവിടെ വൈകാരികമാണ്. എന്തെന്നറിയോ? ഇവർ ദീനിൽ നിന്ന് ജനങ്ങളെ വലിക്കുകയാണ്, ഇവരെ ഹക്കിൽ നിന്ന് ജനങ്ങളെ പുറകോട്ട് കൊണ്ടുപോവാണ്. ഞാൻ ചോദിക്കട്ടെ, വൈറസ് പരത്തുന്ന രോഗാണുക്കൾ പരത്തുന്ന രോഗം എല്ലാവർക്കും തിരിച്ചറിയോ? എന്നതാണ്. ഇനി ഡോക്ടർമാരെന്നെ എത്ര ടെസ്റ്റ് എടുത്താൽ ചിലപ്പോൾ തിരിച്ചറിയോ? അറിയോ? അതുകൊണ്ട് അവർ പനിക്കുന്ന സമയത്ത് മാത്രമല്ല എടുക്കണം. അതുപോലെ ഓരോ രോഗത്തിന് അടയാളം വരുമ്പോൾ ടെസ്റ്റ് ചെയ്യണം. എന്തേ കാരണോ? അതിവിദഗ്ധന്മാരായ ഡോക്ടർമാർക്ക്. ഇനി അതിവിദഗ്ധന്മാരായ ഡോക്ടർമാർ ടെസ്റ്റ് എടുത്തിയാലും ചിലപ്പോൾ ലോക്കൽ മനുഷ്യരേക്കും. ഞങ്ങളുടെ നാട്ടില് മാറൂഫ് ഡോക്ടർ എന്നൊരാളുണ്ട്. ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാർ നോക്കി തോറ്റാൽ മാറൂഫ് ഡോക്ടറെ നോക്കുക, സാധാരണക്കാരനാ. പക്ഷെ അദ്ദേഹത്തിന് വേഗം അതെന്താണ്? പരിചയമാണ്, പരിജ്ഞാനമാണ്. ഇനി ഞാൻ നിങ്ങളോടൊക്കെ ചോദിച്ചോട്ടെ, ഒരു ഭ്രാന്തം വരുത്തിയിരിക്കാനാണോ നമുക്ക് കൂടുതൽ മടി? ഒരു ക്യാൻസർ രോഗിന്റെ കൂടി ഇരിക്കാനാണോ? വിവരമുള്ളവർക്ക് പറയും ഭ്രാന്തന്റെ കൂടി ഇരിക്കാനായിരിക്കും പ്രയാസം. കാരണം ഭ്രാന്ത് ഈ ലോകത്തിന് വ്യത്യസ്തമാണ്. ഭൗതിക രോഗാണുക്കൾ പരത്തുന്നതിനേക്കാൾ മറ്റൊരു രോഗമാണത്. ആർക്കതിന് സംശയമില്ലാത്തത്? പിശാചി ബാധകൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല എന്നാണ് കായക്കൊടി പറഞ്ഞത്. ശരി, ഉറപ്പിക്കണ്ട. ആ അടയാളം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് പറഞ്ഞു കൊടുക്കി കൂട്ടരെ. നിങ്ങൾ എന്താണ് പറയാത്തത്? ജിന്ന് ബാധയേറ്റാൽ ഇസ്ലാമിന്റെ ചികിത്സാ രീതി എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത്? കേന്ദ്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത്? എങ്ങനെയുള്ള ചികിത്സ എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത്? എന്താ നിങ്ങൾക്കത് സാധിക്കാത്തത്? അത് വളരെ ഗൗരവമായി നമ്മൾ വിലയിരുത്തണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയിലേക്ക് പോകാം. അവര് ശക്തമായ പിശാചിബാധ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് ആദ്യം ബോധ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് മനസ്സിലാക്കണോ? അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ എന്നേക്കാൾ അറിവുള്ള എന്തുകൊണ്ടാണ് സക്കറിയ സ്വലാഹിന്റെ അടുത്ത് ഞാൻ ഈ കുട്ടിയെ പറഞ്ഞേക്കുന്നത്, അതിന് മുമ്പുള്ള ചില കാര്യങ്ങൾ പറയാം. ഇവൻ ശക്തനായി നമ്മുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ തുടങ്ങി. രാത്രി പോലും എന്റെ പ്രസംഗങ്ങൾ കേട്ടവൻ ഉറങ്ങാൻ തുടങ്ങി. അതിനുശേഷം അവന് ഇതിലേക്ക് കൂടുതൽ വരികയും ശേഷം അവൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു ഒരു അസ്വസ്ഥതയുണ്ട് ഈ കാര്യത്തില്. നിങ്ങളുടെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഖുർആനിന്റെ വചനങ്ങളിന്റെ ചെവിയിലേക്ക് എയർഫോൺ ഇട്ട് കേൾക്കുമ്പോ ഭയങ്കരമായി എന്നെ ആരോ വലിഞ്ഞു മുറുക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് ഈ കുട്ടി പറയും. എനിക്ക് പ്രയാസം ഉണ്ടാവണം. സാധാരണ വിശുദ്ധ ഖുർആൻ റുഖിയ ശരിയ ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ ഓതിയാൽ ജിന്ന് ബാധകൾക്ക് എഫക്ട് ചെയ്യും. അതിന് വലിയ കിതാബൊന്നും തിരിയണ്ട. വലിയ ജനറൽ സെക്രട്ടറിമാരോ വലിയ ജമിയത്തുലമയുടെ വിശദീകരണക്കാരോ പ്രബന്ധക്കാരോ ഒന്നും അറിയണ്ട. ഒരു കുട്ടിയിൽ പിശാച് ബാധുന്നത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. ഉറപ്പിച്ച് നല്ല എളുപ്പത്തിൽ കഴിയും. പിശാച് ബാധന്റെ അവന് കാണിക്കുന്ന ചേർച്ചകളോ അവസ്ഥകളോ ഉണ്ടെങ്കിൽ പറയാം. ഉറപ്പിച്ച് പറയണമെന്നില്ല. ഉറപ്പിച്ച് പറയാം. പനി പിടിച്ചു, നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ നിങ്ങൾക്ക് ക്യാൻസറാ? പനി പിടിച്ചു നിങ്ങൾക്ക് ആരെയും എലിപ്പനി പറയുന്നുണ്ടോ? പറയില്ല. ഡോക്ടറെ കൊണ്ടുപോയി സ്ഥിരീകരിക്കൂ. അത് പരിചയം ഒരാളെടുത്ത് കൊണ്ടുപോയി അതാണോ എന്ന് ക്ലിയർ ചെയ്യാൻ. അതിനെന്താ മനുഷ്യന്മാരെ തെറ്റി? എന്താ കുഴപ്പം? ഇനി ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ തൗഹീദി പ്രസ്ഥാനം ഇവിടെ ഉണ്ടല്ലോ. സുന്നികളായ ആളുകൾ ജിന്ന് കൂടി അത് കൂടി എന്നിട്ട് ശിർക്കൻ ചികിത്സക്ക് കൊണ്ടുവന്നു. ഈ ആളുകൾ തൗഹീദിൽ വന്നാൽ ഇവർക്ക് ഇങ്ങനെ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താ മരുന്ന്? തൗഹീദിന്റെ ചികിത്സയും പാടില്ല, ശിർക്കിന്റെ ചികിത്സയിലേക്ക് പോകാനും പാടില്ല. ഈ ജനങ്ങൾ എന്ത് ചെയ്യും? ഈ ആളുകൾ എന്ത് ചെയ്യും? നിങ്ങൾക്കിത് പ്രശ്നമല്ല. ഈ അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നവരുടെ പോരാട്ടം ചരിത്രം അറിയണമെങ്കിൽ ജനങ്ങൾ നടത്തുന്ന പ്രബോധനം റോട്ടിലിറങ്ങി മനസ്സിലാക്കണം, അത് അറിയണം, അത് ഉൾക്കൊള്ളാൻ കഴിയണം. എന്നിട്ടുണ്ടായ പരിവർത്തനം എന്താ? ഈ കുട്ടികളൊക്കെ എവിടെയായിരുന്നു? എന്തൊക്കെ തിന്മകളിലായിരുന്നവർ? ഇവരെങ്ങനെ മാറി എന്ന് നേതൃത്വം വിലയിരുത്തണം. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ കൃത്യമായി ഈ കാര്യങ്ങളെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഈ കുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥത. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് കൂടെയായിരുന്നു അവൻ നടന്നു പോകാറുള്ളതും കാര്യങ്ങളും.
അവന് ഒരുപാട് പ്രയാസങ്ങൾ, പൈശാചികമായ പ്രയാസങ്ങൾ ഉണ്ടായി. ആ പ്രയാസം ദൂരീകരിക്കണം, ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ടേ? അതിന് ഇസ്ലാമിക ചികിത്സ എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ചികിത്സ, അല്ലാതെ ക്ലിനിക്കുകൾ ഉണ്ടാക്കി ശിർക്കിന്റെ ചികിത്സയല്ല. നിങ്ങൾ ജനങ്ങൾക്ക് ചികിത്സ പറഞ്ഞു കൊടുക്കുകയും ജിന്നുബാധ ഉണ്ടാവും നിങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നതാ, നിങ്ങളുടെ മനസ്സിലതില്ല, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിഷേധിക്കുന്നവരാ നിങ്ങളിൽ പലരും ഇസ്ലാമിന്റെ കൃത്യമായ സരണിയിൽ നിന്ന് തെറ്റിപ്പോയവരുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ മുമ്പിൽ കയറുന്നവര്, അതെ, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറിച്ചു പോയവർ പരിപൂർണമായി. അങ്ങനെ വിശ്വാസമുള്ള ആളുകൾ, ഇസ്ലാമിന്റെ നല്ല നല്ല കാര്യങ്ങളെ നിഷേധിക്കുന്നവർ, ചേരുന്നവരുടെക്കാൾ കരുത്ത നിഷേധികൾ, നിങ്ങൾ മിമ്പർ കൊടുത്തവർ, നിങ്ങൾ സ്റ്റേജിൽ കയറ്റിയിരുത്തിയവർ, നിങ്ങൾ സ്ഥാനമാനങ്ങൾ കൊടുത്തവർ, നിങ്ങൾ കേന്ദ്രമിന്റെ സകല അംഗീകാരങ്ങൾ നൽകിയവർ ഉണ്ട്. അവരുടെ പ്രസംഗം ഞങ്ങളുടെ കയ്യിലുണ്ട്. സിഗറിനെ നിഷേധിക്കുന്നവർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ബുഖാരിയെ ചീത്ത പറയുന്നത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ആദർശ പറയുന്നത്, വ്യക്തിപരമല്ല ആദർശമാണ് പറയുന്നത്. ഈ ആദർശം തകർന്നു പോകരുതെന്നാണ് പറയുന്നത്. ഈ ആദർശത്തിന് കോട്ടങ്ങളൊന്നും സംഭവിക്കരുതെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ കുട്ടി വളരെ വയലന്റായി ചില സന്ദർഭത്തിൽ അവൻ എന്റെ അടുത്ത് നിരന്തരമായി വരുമായിരുന്നു, എന്റെ വീട്ടിൽ നിരന്തരമായി വരുമായിരുന്നു. എനിക്ക് അവന് റുഖിയ ശരിയ ചെയ്യാനുള്ള പ്രാവീണ്യം ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം നിങ്ങൾ ചോദിക്ക്, ഖുർആൻ അറിഞ്ഞൂടെ, സുന്നത്ത് അറിഞ്ഞൂടെ, ടിപിക്ക് ഖുർആൻ അറിഞ്ഞൂടെ, എപിക്ക് ഖുർആൻ അറിഞ്ഞൂടെ, എംഎംഎവിനിക്ക് ഖുർആൻ അറിഞ്ഞൂടെ, അബ്ദുറഹ്മാൻ സലഫിക്ക് ഖുർആൻ അറിഞ്ഞൂടെ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. കേരളക്കരയിൽ ഇത് പഠിപ്പിച്ചില്ല. അതുകൊണ്ട് നമുക്കറിയില്ല. കേരളത്തിലെ നേതാക്കന്മാരെ നമുക്ക് മനസ്സിലാക്കി തന്നില്ല. അതുകൊണ്ട് സൗദിയിലൊക്കെ പോയി സലഫി മഹാപണ്ഡിതന്മാർക്ക് പഠിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് തൗഹീദിന്റെ ചികിത്സ കിട്ടണം. ശിർക്കിലേക്ക് അവരെത്തരുത്, കുഫറിലേക്ക് അവരെത്തരുത്, നിരീശ്വരത്വത്തിലേക്ക് അവരെത്തരുത്. ദീനിന്ന് പുറത്തു പോകുന്ന ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന റസൂലുള്ള മുത്താപ്പന്റെ അടുത്തില്ലേ ആ ഒരു വികാരം ഈമാനുള്ളവർക്ക് ഉണ്ടാവുള്ളൂ. അതുള്ളതുകൊണ്ടാണ് ഇവിടേക്ക് പറഞ്ഞയച്ചത്. ജക്കരിയ സുലൈമിന്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞയച്ചു. അവിടെ ഉണ്ടായതെന്താ? ജക്കരിയ സുലൈം എടുത്ത് ചുമരിലേക്ക് ഒരു ഏറാൻ എന്ത് ശക്തിയായിരുന്നു ആ സമയത്ത്. ഈ കുട്ടിയിൽ എന്താ ഉണ്ടായത്? അത് കണ്ട വടമൂലികൾ വരെ ഉണ്ടായിട്ടുണ്ട് അവിടെ. അവർ കാണുമ്പോ സ്വാഭാവികമായിട്ട് ഇസ്ലാമിന്റെ ചികിത്സ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളൊരു സംഗതിയായത്. ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ചർച്ചയും പണ്ഡിതന്മാർ ചർച്ച ചെയ്തതിന് മുമ്പ് അതെടുത്ത് ഇങ്ങനെ പറയാൻ, എന്നിട്ട് ശിർക്കിലേക്ക് നയിച്ചു എന്ന് പറയാൻ, എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചു എന്ന് പറയാൻ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു കയമ്പില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ആളുകളുടെ വിശദീകരണം ആരും ചെവിക്കൊള്ളിരുന്ന് എനിക്കതിൽ പറയാനുള്ളത്. കാരണം ഈ വിഷയങ്ങളൊക്കെ ഇവര് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് നാളെ ഡോക്ടർ സുബൈർ ഡോക്ടറെ ചോദിക്കാലോ. സുബൈർ ഡോക്ടറെ അനുസരിച്ച് നിങ്ങളുടെ കൂടെ കാറിൽ കയറിയതിനായിരുന്നു അത് ചോദിച്ചാൽ അത് പറഞ്ഞാൽ പോലെ ബാക്കിയുള്ള വാറുപടിവാറുണ്ടായി, മറ്റേ ഇതൊക്കെ എന്താണെന്നറിയോ? എനിക്കിപ്പോ മനസ്സിലാകുന്നതറിയോ? ഇത് 12 വരെ 1 മണി വരെയൊക്കെ നീണ്ടുപോകുന്നത് എന്തുകൊണ്ടറിയോ? ഒരു ചെറിയ ചോദ്യത്തിന് പോലും 1 മിനിറ്റ് കൊണ്ട് മറുപടി വരേണ്ട 1.5 മണിക്കൂറാണ് വലിയ ഷെയ്ഖിന്. 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ. കാരണം നിങ്ങൾക്കറിയാലോ, മങ്കരയില് ഉദ്ഘാടന പ്രസംഗം 2 മണിക്കൂർ, മുഖ്യ പ്രഭാഷണം 50 മിനിറ്റ്. ഇതൊക്കെ എല്ലാവരും കേട്ടതല്ലേ? എല്ലാവരും അറിഞ്ഞാലേ? നുണയല്ലല്ലോ. ഉദ്ഘാടനം 9 മണി വരെ. ഉദ്ഘാടനം 9 മണി വരെ, മുഖ്യ പ്രഭാഷണം അതിനേക്കാൾ താഴെ. കാരണം എന്താ? അങ്ങനെ നുണ പറയുമെന്നറിയോ? സ്ഥാപിക്കാൻ ഒരുപാട് പെടാപ്പാടുകളും മണിക്കൂറുകൾ തികയില്ല, നുണയ പറയണേ. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ജിന്നബാധ ഉണ്ടാവും എന്നുള്ള ചോദ്യം ചോദിച്ചല്ലോ, ശരീരത്തിൽ കയറുമോ? അത് നമുക്ക് ഉറപ്പിച്ചു വരാം. അനീഫ് കായ കൂടിയ മറുപടിയൻ. ആ മറുപടിയൊക്കെ അനീഫ് കാ നിങ്ങൾ ഒന്നുകൂടി പരിശോധിക്കണം. സ്നേഹത്തോടു കൂടിയാ പറയുന്നത്. എന്താണ് അങ്ങനെ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടിക്ക് പിശാചബാധ ഉണ്ടായി എന്ന്, അതിന് വഹി വേണ്ട. ഇനി നബിയോടുകൂടെ അത് അവസാനിച്ചുവെങ്കിൽ അപ്പൊ ജിന്നബാധ അതോടുകൂടി അവസാനിച്ചോ? മാത്രമല്ല, നബിയുടെ ഏറ്റവും ഉത്തമ തലമുറയിൽ ആ ജിന്നബാധ ഉണ്ടാവുക, അതിനുശേഷമുള്ള തലമുറയിൽ ഉണ്ടാവൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നബിയുടെ കാലത്തെ ഈ ചികിത്സയും മറ്റു ഇതൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അക്കാലഘട്ടത്തിലുള്ളവർ കൂടുതൽ പിശാച് സ്വാധീനിക്കുന്നു, ഇക്കാലഘട്ടത്തിലുള്ളവർ പിശാച് സാധിക്കുന്നതോ? ഇവർ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ബാധിക്കൊക്കെ ചെയ്യാൻ, പക്ഷേ ചികിത്സ പറ്റൂല, അറിയാൻ പറ്റൂല. പിന്നെന്ത് ചെയ്യും? അവരെങ്ങോട്ട് പോകും? അവരുടെ ജീവിതത്തിൽ ഇസ്ലാം എന്ന സമ്പൂർണ്ണ മതം, ആ മതത്തിലെ ഒരു പരിഹാരമല്ലേ? നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കെ.എം. മൗലവി നിഷേധിക്കാൻ കഴിയോ? അദ്ദേഹത്തിന്റെ ഫത്വകൾ യുവത പ്രസിദ്ധീകരിച്ച ഇത്തരം സാഹചര്യങ്ങളിൽ, അങ്ങനെ തോന്നുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? റുഖിയ ശരിയ ചെയ്യാം. അത് കേവലം സാധാരണത്തെ പോലെ ഒരു പ്രാർത്ഥനയാണോ? ആണോ? രോഗി നിർത്തി എന്നിട്ട് അല്ലാഹു യുശ്ഫി ഇൻ തശാഫിഇല്ല ശിഫാഉക എന്ന് പറയുന്ന പ്രാർത്ഥനയാണോ? അതാണെങ്കിൽ ആരും ചെല്ലിയ പോലെ. റുഖിയ ശരിയ അതല്ല. ഫാത്തിഹ മന്ത്രിച്ചല്ലോ സ്വഹാബത്ത്. നിങ്ങളിൽ ആരാണ് മന്ത്രം അറിയുന്നവർ?
അപ്പൊ അവിടെ പാർട്ടി അറിയുന്നവർ വേറെ ആരുമില്ലേ? ഒരാളേ ഉള്ളൂ. അപ്പൊ അത് ശീലിക്കുകയും അതിൽ തഴക്കവും പഴക്കവും അത് ചെയ്താൽ ഫലിക്കുകയും ചെയ്യും തോന്നുന്ന ആളുകളായി ചെയ്യുക. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എങ്ങനെയല്ലേ? എല്ലാവരും പ്രാർത്ഥിക്കില്ല. പ്രാർത്ഥന കിട്ടുന്ന ഉറപ്പുള്ളവരെ വെച്ച് പ്രാർത്ഥിപ്പിക്കുക. അതുപോലെ ഈ ചികിത്സ ചെയ്താൽ ഫലിക്കുമെന്ന് വിചാരിക്കുന്നവരെ വെച്ച് ചികിത്സ ചെയ്യുക. അതിനർത്ഥം അതിങ്ങനെ ക്ലിനിക്ക് തുറന്ന് ചെയ്യണമെന്നല്ല, അത് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ പഠിപ്പിച്ചോ? കേരള നേതൃത്വ വിചാരത്തിന്റെ ആസ്ഥാന നഗരിയിൽ നിന്ന് പഠിപ്പിച്ചോ? ഇതുള്ളവരെ എന്ത് ചെയ്യും? അവരെങ്ങനെ ചികിത്സിക്കും? ആര് ചികിത്സിക്കും? അതുകൂടെ പറഞ്ഞു കൊടുക്കി. ബാക്കിയുള്ളവർ അന്ധവിശ്വാസികളും ശിർക്കിന്റെ പ്രചാരകരുമായി പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയും അതുകൂടെ ജനങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളത്. പിന്നെയോ വളരെ പ്രധാനമായി നിഅമത്തുല്ലാ ഫാറൂഖി ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ ഇകഴ്ത്തിക്കൊണ്ടൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നാണ്. അതിനെപ്പറ്റി പറഞ്ഞത് ഞങ്ങൾ അദ്ദേഹത്തെ വിളിപ്പിച്ചു, തിരുത്താൻ പറഞ്ഞു. അദ്ദേഹം തിരുത്താമെന്ന് പറഞ്ഞു. ശരി, ബാക്കിയുള്ളവർക്കൊക്കെയോ അവരെ മീറ്റിംഗ് കൂടി വിളിച്ചു വരുത്തി, അവർക്ക് പേപ്പർ കൊടുത്തു, എഴുതിച്ചു. നീതിബോധം നോക്കണേ പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങളെ, എന്റെ പൊന്ന് മനുഷ്യരെ നിങ്ങൾ നോക്കണേ. നിയമത്തുള്ളവർക്ക് കുറിപ്പെടുക്കണില്ല, അതിലെഴുതി മൂപ്പരെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നില്ല. ഇനി മേലിൽ ഞാനത് പറയില്ല എന്ന് പറയുന്നില്ല. എന്നിട്ട് യൂണിറ്റുകളിലേക്ക് സർക്കുലർ അയക്കുന്നില്ല. മുജാഹിദ് ബാലുശ്ശേരിയും സക്കറിയും ചെയ്താൽ അവർ പഞ്ചമുച്ച മടക്കി നിൽക്കണം, അവർ എഴുത്തു തരണം, ആ എഴുത്തിന് മറുപടി കൊടുക്കണം, അവർ പറഞ്ഞ പോലെ ഒപ്പിടണം, അതെന്നിട്ട് യൂണിറ്റുകളിൽ എത്തിക്കണം. എന്നറിയോ, ഞങ്ങൾക്കെതിരെ എഴുതുന്നൊക്കെ സെക്കൻഡ് കൊണ്ട്, ഞങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ അത് സെക്കൻഡ് കൊണ്ട് സ്റ്റേറ്റിലും ലോകത്തെല്ലായിടത്തും എത്തും. നേരെ കുറിച്ച് ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിലോ 1 മാസം കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ എത്തൂല. ഞാൻ ചോദിക്കട്ടെ, പരസ്യമായി നിഅമത്തുല്ലാ ഫാറൂഖി ഈ വിഷയത്തിൽ എന്നെ നേതൃത്വം വിളിച്ച് ശാസിച്ചു, ഞാനത് തിരുത്തി എന്നൊരു കേസെത്തവിടെ? എവിടെ CD ടവറിൽ തിരുത്തിന? ആര് തിരുത്തി? എവിടെയാ കേസറ്റ്? ലോകത്തെവിടെയാ ക്ലിപ്പിംഗ്? ധൈര്യമുണ്ടോ നാളെ ഇടാൻ? ഉണ്ടോ? നിഅമത്തുല്ലാ ഫാറൂഖി തിരിച്ചു എന്ന് പറയുന്ന അത് ആസ്ഥാനത്ത് വെച്ച് തിരിച്ചാൽ മതി, അത്രേ ആവശ്യമുള്ളൂ, അത് നിങ്ങളോട് പറയേണ്ടയില്ല എന്നാണല്ലോ ഗർജിച്ച്. എങ്കിൽ ആ ക്ലിപ്പിംഗ് നാളെ ഇടോ, ബൈലക്സിൽ നിങ്ങളിടോ, നാളെ ഇടോ. നിഅമത്തുല്ലാ ഫാറൂഖി ആസ്ഥാനത്ത് തിരിച്ചിയത് നിങ്ങളിടോ? നൊണയാൻ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ന് പോയി രാത്രി കുറച്ചാളെ വിളിച്ചുകൂട്ടി അവിടെ ഒരു ക്ലിപ്പിംഗ് ഉണ്ടാക്കും എന്നുള്ളത് എനിക്കറിയില്ല. അനുസരിച്ചില്ലാതെ കൊണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗൗരവമായി എവിടെ അതിന് ശേഷവും പ്രസംഗിച്ചു നിയമത്തുള്ള പലയിടത്തും. എന്തിന്? അതൊക്കെ പോട്ടെ, അത് തിരുത്തി തന്നു. അത് തിരുത്തിയ ശേഷമല്ലോ അൽമനാറിൽ നീളുള്ള താടിയെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് സിബത്ത് ബാലമാണ് 2 ലക്കത്തിൽ 2 മാസത്തെ അൽമനാറിൽ നരിയാണിക്ക് നേരെ തുണി വെക്കുന്നതിനെ വിമർശിച്ചു. ലോകത്തൊരൊറ്റ സെൽഫികളും ഒരു സുന്നത്തിനെ, ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഒരു സുന്നത്തിനെ എടുത്ത് വിമർശിച്ചിട്ടില്ല. മായിസുള്ളാരും വ്യഭിചരിച്ചപ്പോ താടി നീട്ടി നരിയാന്റെ മേലെ തുണി ഉടുത്തിക്ക് വ്യഭിചരിച്ചില്ലേ എന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളറിയാം, അൽമനാറിൽ പരാവർത്തിച്ചു. അപ്പൊ ഇത് ഇവരുടെ അജണ്ടയാണ്, യാതൊരു സംശയമുണ്ട് നിങ്ങൾക്ക്. അൽമനാറിൽ 2 ലക്കത്തിൽ ആവർത്തിച്ചില്ലേ? നിങ്ങൾ തിരിച്ചിയോ? നിങ്ങൾ ചർച്ച ചെയ്തോ? നിങ്ങൾ ഐഡിയയിലെ സിബത്ത് ബാലമാരെ വിളിച്ച് വിചാരണ ചെയ്തോ? മിമ്പർ ഇറക്കി വിട്ടോ? നിങ്ങൾ നീതി പഠിക്കുക, ഖുർആൻ കേട്ടോ. 4-ാം അധ്യായം 135 സ്വന്തം ബാപ്പാക്കും ഉമ്മാക്കും എതിരാണെങ്കിൽ പോലും നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ അല്ല പറഞ്ഞിട്ട് നിങ്ങൾക്ക് നീതിബോധമുണ്ടായോ? എന്നിട്ട് ഏറ്റവും രസം പറയുന്നത്, പ്രസംഗിച്ച നിയമത്തുള്ള ഇപ്പോഴും നേതൃത്വത്തിന്റെ വലതുഭാഗത്ത് പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ ക്ഷണിച്ച സാധു പുറത്ത്. സെൽഫിന്റെ അന്നത്തെ വിശദീകരണം ആലോചിക്കും മക്കളെ, മുജാഹിദുകളെ തലമുറപ്പെടുത്തിയിട്ടില്ലാത്ത, മറ്റുള്ളവരുടെ തല വർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് വർക്ക് ചെയ്യാത്ത മുസ്ലിയാക്കന്മാരുടെ അവസ്ഥയല്ല മക്കളെ നമ്മൾ ആലോചിക്ക്. സിദ്ദീഖിനെ റെക്കോർഡ് ചെയ്യാൻ വിളിച്ചു, തലശ്ശേരി സിദ്ദീഖിനെ. റെക്കോർഡ് ചെയ്തതെന്തിനാ? എന്റെ പൊന്നു മുസ്ലിങ്ങളെ പുറത്തു കൊടുക്കാൻ പാടില്ലാത്തത് കൊണ്ടുപോയി കൊടുത്തതിന്റെ പേരിൽ അപ്പുറത്ത് പിന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്യണോ? CD ടവറിൽ സിദ്ദീഖിനെ വിളിച്ച് നിങ്ങൾ റെക്കോർഡ് ചെയ്യണോ? മറുപടിയില്ല. പിന്നെ ഒച്ചയല്ലേ രക്ഷയുള്ളൂ. ഇരിക്കണോ എന്താണോ എന്ന് പറയലല്ലാതെ വേറെ രക്ഷയൊന്നും ഉണ്ടാവില്ല. ഇനി ഒറ്റ രക്ഷയും നിങ്ങൾക്ക്. നിങ്ങൾ 3 പ്രസ്ഥാനങ്ങൾ മാറി തന്നാൽ ഈ പ്രസ്ഥാനം കുട്ടപ്പനായി, ഉഷാറായി, ഗംഭീരായിട്ട് TPAP തന്നെ നയിച്ചോളൂ. നിങ്ങൾ മാറിക്കൊടുത്താൽ മതി. ഒരു പ്രശ്നം ഞാൻ തുറന്നു പറയാൻ, ഇതിന്റെ പേരിൽ എന്തൊക്കെ വരും വരായികളുണ്ടോ അത് ഞാൻ ഒറ്റക്ക് സഹിച്ചോളാം. ജയിലിലോ ഇനി വേറെ എവിടെയെങ്കിലും എവിടെയാണെങ്കിലും സഹോദരങ്ങൾ, ഈ 3 ആൾക്കാർ മാറിക്കൊടുത്താൽ നമ്മുടെ പ്രസ്ഥാനം 2 മാസം കൊണ്ട് നോർമൽ കണ്ടീഷനിലേക്ക് വരും. ഈ രോഗാണു പുറത്തു പോയാൽ ഈ രോഗം മാറുന്നറിയില്ലേ? അതെ, ഈ 3 രോഗാണുക്കൾ പുറത്തേക്ക് പോയാൽ ഈ പ്രസ്ഥാനം നന്നാവും. യാതൊരു ഇതിങ്ങനെ പറയാൻ ഒരു പക്ഷേ ആരും തുനിയൂല.
എനിക്ക് നാളെ കിട്ടുന്ന ചാർജ് ഷീറ്റ് എന്തായിരിക്കും? ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നാൽ ഇത് ഞാൻ തൊള്ളുകൊണ്ട് ഉറക്കിയത് പറയും, ബാക്കിയുള്ളവരൊക്കെ മനസ്സ് പറയും, തമ്മിൽ നിന്ന് പറയും, കൈതക്കാമൻ കരഞ്ഞു തീർക്കും. ഞാനത് പറയാൻ നിങ്ങളോടത് പറയാൻ ഈ 3 വൈറസിനെ പിടിച്ച് പുറത്തിട്ടാൽ ഈ കേന്ദ്രമാകുന്ന ശരീരത്തിലെ എല്ലാ രോഗവും മാറും എന്ന് ലോകം വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ഗൗരവമായി ഈ വിഷയങ്ങൾ പഠിക്കണം. അപ്പോ നോക്ക് സിദ്ദീഖിനെ പുറത്താക്കി, അതിന്റെ ഉള്ളിൽ ഇയാളു സിദ്ദീഖിനോട് തിരുത്തി കൊടുത്തുകൂടായിരുന്നോ? എന്ന് ഇവിടെ പറഞ്ഞു എന്ത്? കേന്ദ്രത്തിന്റെ കൗൺസിൽ CD ഞാനല്ല ഞാൻ എന്റെ റബ്ബിലേക്ക് വിടുന്നു. റെക്കോർഡ് ചെയ്യിപ്പിച്ചാരാ? കൗൺസില് അത് സുതാര്യായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും മുതലക്കുളം മൈതാനത്ത് വെച്ച് എത്തിക്കൂടായിരുന്നോ? മാനാഞ്ചിറയിൽ വെച്ച് എത്തിക്കൂടായിരുന്നോ? തങ്ങളുടെ തട്ടകത്തിലെ സ്വകാര്യത്തിലേക്ക് അതിന് വിളിച്ചു വരുത്തി. ജീവിതത്തിൽ ഏതായിക്കോട്ടെ, സ്റ്റേറ്റ് കൗൺസിലാണോ ആ കൗൺസിൽ CD റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞത് അദ്ദേഹമാണ്. അത് സുലൈമാനോടാണ് പറഞ്ഞ ഇടപെടുന്നത്തെ. സുലൈമാൻ ഒരു മുസ്ലിമിനെ ഏൽപ്പിച്ച് സംശയമുണ്ടോ? അതുപോലെ ലീക്കായതാരെ കൊണ്ടുകൊടുത്തതാരെ എന്തിനു വിഷയാക്കണം? അത് റെക്കോർഡ് ചെയ്തതാരാ? ഞങ്ങളുടെ മതി. ആ സൂത്രധാരനാരാ? അത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടതാരോടാ? അത്രയും മതി ഞങ്ങൾക്ക്, ജനങ്ങൾക്ക് അത് മതി. അത് നിങ്ങൾ തിരിച്ചു പറയും. പോട്ടെ, നിങ്ങൾ കൊണ്ടു കൊടുത്തല്ല ശരി. ആ കൗൺസിൽ CD എങ്ങനെ പുറത്തുപോയിന്ന് ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിച്ചോ? ഞാൻ നിക്കാഹ് ഉത്തുപടുത്തിയ 3 ആളെ കൊണ്ട് അന്വേഷിപ്പിച്ചില്ലേ? ഒരു നിക്കാഹ് നടത്തിയതിന് 2 കത്ത് കൊടുത്തില്ലേ? ഇല്ലേ? തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പലരും കത്തെഴുതിയില്ലേ? എങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ചുകൂടാമായിരുന്നോ? ഇന്ന് വരെ അന്വേഷണം ഉണ്ടായോ? ആ കൗൺസിൽ CD ആരാ കൊടുത്ത്? CD ടവറിൽ നടന്ന ഗ്രൂപ്പ് മീറ്റിംഗ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ അന്വേഷിച്ചോ ഇന്ന് വരെ ആസ്ഥാനഗിരിയിൽ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പരലോകമുണ്ട് എന്ന് തന്നെയാണ് നിങ്ങളോടത് പറയണം. മത്സരയുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അതിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഇനി കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റ് ചർച്ചകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനതിൽ പങ്കെടുക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഈ കാര്യം ഗൗരവമായി സംസാരിച്ചത് ഇത്രയേറെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് ഇവർ നുണ പറയുമ്പോ, അങ്ങേറ്റത്ത് നുണ പറയുമ്പോ സഹിക്കാനാകാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നാളെ ഇത് പറയാൻ ഞാൻ ഉണ്ടാവൂ എനിക്കറിയില്ല, മറ്റന്നാൾ ഞാൻ ഉണ്ടാവൂ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്നത് പറഞ്ഞവരോട് പറഞ്ഞത് ഇത് കേട്ട് തെറ്റിദ്ധാരണയായിട്ട് ആളുകൾ മരിച്ചു വരുത്. ഇന്ന് രാത്രി അത് തിരുത്തണം. ഒരു മുവഹിദിനെ കുറിച്ച് വെറുപ്പായിട്ട് ഒരു മുവഹിദ് മരിക്കരുത്, അതെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ കരുതിയത്. ആർക്കും എന്നോടൊന്നും തോന്നരുത്. വസ്തുത കേൾക്കുമ്പോൾ ബേജാറ് തോന്നും, ഹിസ്ബിയത്തുള്ളവർക്കേ ബേജാറ് തോന്നും. കേന്ദ്രമിന്റെ ഇപ്പോഴത്തെ പോക്കിനെ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയാം, ഈ 3 സംഘം വിശ്വസിക്കുന്നതിനെ തൃപ്തിപ്പെടുത്തുന്നവരോടും അവരുടെ ആളുകളായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ പറയാൻ, നിങ്ങൾ ഒരിക്കലും വസ്തുതകൾ മനസ്സിലാക്കാതെ വെറുതെയുള്ള ടെസ്റ്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, നിങ്ങൾ വെക്ക് ഞാൻ നാട്ടിൽ ചെന്നിട്ട് ഈ കൊല്ലത്ത് നടന്ന മറ്റു വിഷയവും ഞാനുമായി ബന്ധപ്പെട്ട പാലപ്പെട്ടിയൊക്കെ ചർച്ച ചെയ്യാൻ ഞാൻ അവരുടെ കൂടെ ഇരിക്കുക സ്റ്റേജിൽ. എന്നിട്ടും 20 മിനിറ്റ് എനിക്കും 20 മിനിറ്റ് അവർക്കും, പിന്നെ ചോദ്യവും മറുപടി ആയിട്ട് ഞാൻ ഇരിക്കാം. ഈ വിഷയത്തിൽ എനിക്കറിയാവുന്ന യായിബാദുള്ള സക്കരിയ മൗലിയുമായും ജബ്ബാർ മൗലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അവർ കിടക്കട്ടെ, ഞാൻ ആ കാര്യത്തിൽ നൽകി തിരിച്ചിട്ടില്ല. അതല്ലാത്ത ഞാനുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളും സംഘടനയിൽ നിന്ന് നടക്കുന്നതും എന്നെ പുറത്താക്കിയതിൽ അനിസ്ലാമികതയും അതിൽ ദീനില്ല എന്നതൊക്കെ ഞാൻ പറയാം. നേതാക്കന്മാർ ഇരുന്നോട്ടെ, എന്നിട്ട് അവരെ സംസാരിക്കട്ടെ, എന്നിട്ട് എനിക്ക് സംസാരിക്കാൻ അവസരം തരട്ടെ. ഇന്ന് വരെ ഏകപക്ഷീയമായെന്ന് വിശദീകരിച്ച് നേരത്തെ പറഞ്ഞല്ലോ ഗോളില്ലാത്ത പോസ്റ്റിൽ അടിക്കുകയാണ്. ഞാൻ കൊല്ലത്ത് കയറുന്നത് വരെ കേന്ദ്രമിന്റെ വേദിയിൽ നിങ്ങൾ ഗോളില്ലാതെ പോസ്റ്റടിച്ചല്ലേ? ഞങ്ങൾക്ക് പറയാൻ അവസരം തന്നോ? എന്നെയും സെക്രട്ടറി നിങ്ങൾക്ക് പേടിയാൻ, അത് തുറന്നു പറയാൻ ഞങ്ങൾക്ക് പേടിയാൻ, ഞങ്ങളുടെ നാവിലൂടെ പുറത്തേക്ക് അള്ളവിടുന്ന യാഥാർത്ഥ്യങ്ങളെയും നിങ്ങൾക്ക് പേടിയാൻ. അതുകൊണ്ട് ഞങ്ങളെ മൂലക്കാക്കി നിങ്ങൾ വിശദീകരിക്കാൻ ധൈര്യമുണ്ടോ? ഞങ്ങളെ ഇരുത്തിയിട്ട് ഞാനുമായി ബന്ധപ്പെട്ട കാര്യം സ്റ്റേജിൽ പറയാൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ റെഡിയാണ് ആ കാര്യത്തിൽ. ഞാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, എന്നെ പുറത്താക്കിയ അനിസ്ലാമികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മെയ് 13 ഞാൻ നടത്തിയ പ്രസംഗത്തിലെ തകരാറെന്ത് അല്ല, തലശ്ശേരി എന്താ ഉണ്ടായത് എന്ന് വിശദീകരിക്കുന്നത്. എന്നെ പുറത്താക്കിയതിൽ ദീനില്ല എന്ന് ഞാൻ തെളിയിക്കും. അതല്ല ദീനുണ്ട് നിങ്ങൾ തെളിയിച്ചെങ്കിൽ ഞാൻ വരുന്നു. കൊല്ലത്തെ കാര്യം വിശദീകരിക്കാം, പാലപ്പെട്ടിയത് വിശദീകരിക്കാം, ഞാൻ പറഞ്ഞ വാക്കെന്താ വിശദീകരിക്കാം. അതിന് നിങ്ങൾ എനിക്ക് അവസരം തരൂ. നിങ്ങളുടെ വേദിയിൽ ഇടപെടാതെ, തല്ലിയിരുത്താതെ, ഇരിക്കണോ എന്ന് പറയാതെ സ്വതന്ത്രമായ അവസരം തന്നാൽ കട്ടയും പടവും മടക്കി അറബിക്കടലിലേക്ക് നിങ്ങൾ ആശയം വലിച്ചെറിയും. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഭരിക്കുന്നത് വരെ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്റെ ബൈലക്സിലെ പ്രിയപ്പെട്ട
എന്റെ സത്യാന്വേഷികളായ ഞാനേറെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങൾ ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങളെ നിങ്ങൾ വിലയിരുത്തുകയും കാര്യങ്ങൾ വിവച്ഛേദിച്ച് മനസ്സിലാക്കുകയും ഹക്കിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്ത് സംശയവും ഈ വിഷയത്തിൽ എന്റെ വിശദീകരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിന് ഇൻഷാ അല്ലാഹ് അറിയുന്നതാണെങ്കിൽ ഞാൻ മറുപടി പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് ദീനിനു വേണ്ടി ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, പിന്നെ അഷ്റഫ് പൂനൂർ ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിലൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. അല്ലാത്തവരൊന്ന് കൈ താഴ്ത്തിയാൽ അദ്ദേഹത്തിന് മൈക്കെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അതിനുശേഷം അഷ്റഫ് പൂനൂർ മൈക്കെടുക്കുന്നതിന് മുമ്പ് പരിഹാരം ഒന്ന് മൈക്കെടുക്കുകയാണെങ്കിൽ നന്നാവും. അഷ്റഫ് പൂനൂർ മൈക്കെടുക്കുന്നതിന് മുമ്പ് പരിഹാരം ഒന്ന് എടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. പറഞ്ഞോളൂ. അഷ്റഫ് ലൈനിലുണ്ട് കേട്ടോ, പറഞ്ഞോളൂ. കേൾക്കാം, പറഞ്ഞോളൂ. ഇന്ന് പൂനൂരിൽ ഉണ്ടായ സംഭവം എല്ലാവരും കേൾക്കുന്നുണ്ടാവും. പൂനൂരിൽ ആദ്യമായിട്ട് ചോദ്യം ചോദിച്ചത് ഞാനായിരുന്നു. 3-4 ചോദ്യം ചോദിച്ചതിന് ശേഷം മറ്റൊരു സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചതിന് അതിന്റെ സ്ഥലത്തിൽ വല്ലാതെ പ്രചോദനമായി ചോദ്യമുണ്ടാവും. ചോദിച്ച ചോദ്യം ആദ്യമായിട്ട് ഞാൻ ചോദിച്ചത് കൗൺസിൽ നേടി പിന്നെ പുറത്തായ വിഷയത്തിൽ അബ്ദുറഹ്മാൻ സലഫിയുടെ ജ്യേഷ്ഠനായ അബ്ദുള്ള കുമ്മന് ഗവൺമെന്റിന് കരാർ നൽകിയിട്ടുണ്ട്. പൗരമുകൾക്ക് ഈ പേര് എത്തിച്ചു കൊടുത്തത് അബ്ദുറഹ്മാൻ സലഫിയാണ് എന്ന് അബ്ദുള്ള കുമ്മന് ഗവൺമെന്റിന് എന്ത് ചെയ്തു പിന്നെ പരാതി കൊടുത്തു. എന്താണ് അതിൽ പറയാനുള്ളത്? അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് വല്ലാഹി ശബ്ദം ചെയ്യില്ല ജസ്റ്റ് മൈക്ക് എടുത്തത് ചിലപ്പം കട്ടായിട്ടുണ്ടായില്ല. ഒന്നുമില്ല, മൈക്ക് എടുത്തത് ചിലപ്പം മൈക്ക് ക്ലിയർ ആയാലും എന്നിട്ടില്ലായെങ്കിലും കോൾ ചെയ്താൽ ഓക്കെ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? കട്ടാവാൻ ചാൻസ് ഉണ്ട്. കട്ടാവുകയാണെങ്കിൽ നിങ്ങൾ കോൾ ചെയ്താൽ മതി. ഇന്ന് പൂനെയിൽ ഭയങ്കര സംഭവമാണ് ഉണ്ടായത്. ഇതുവരെ അവർക്ക് ഒരു സ്ഥലത്തും
കിട്ടിയിട്ടില്ലാത്ത അത്ര പ്രശ്നം അവർക്കായിട്ടുണ്ട്. പിന്നെ താമരശ്ശേരി നമ്മുടെ പരിപാടി മുടങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഭീഷണികളടക്കം വന്നിട്ട് അതിനിടയിൽ ഓർമ്മപ്പെടുത്താണ്. പിന്നെ പൂനൂരിൽ അതിന്റെ ഇടയിൽ ബാലുശ്ശേരി അവിടെ ഉണ്ടെങ്കിൽ പറയാണ്, നിങ്ങൾ വരികയാണെങ്കിൽ പൂനൂരിലാണ് എത്രയും പെട്ടെന്ന് പരിപാടി വെക്കേണ്ടത്. സക്കരിയ സലാഹിയെയും മുജാഹിദ് ബാലുശ്ശേരിയാണിന്ന് അവർ തിന്നത്. പക്ഷേ അവർക്കിന്ന് പിന്നെ ആദ്യം അവർ പറഞ്ഞു, ഇന്ന് ഈ കോമ്പൗണ്ടിൽ നിന്നും സംശയമുള്ള ആളുകൾ സംശയം തീർത്തിട്ട് മാത്രമേ പുറത്തു പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ പ്രസംഗം മുഴുവൻ ഞങ്ങൾ സഹിച്ച് കേട്ടിരുന്നു. അങ്ങനെ ആദ്യത്തെ 4-5 ചോദ്യം അങ്ങ് വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പരിപാടി നിർത്തി. അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. മൈക്ക് പിടിച്ചു വാങ്ങലും മൈക്ക് തരാതിരിക്കലും വൈദ്യന്മാർ ചൂടാവലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആദ്യം ചോദിച്ചു ഇനിയും ചോദ്യം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരാളുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, മൈക്ക് വാങ്ങി മറ്റുള്ള ആളുകൾ കൊടുത്തു. പക്ഷെ അവരെയും ചോദ്യം ചോദിക്കാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യം ചോദിച്ച വിഷയം ഈ കൗൺസിലിന്റെ ഈ വിഷയത്തിലായിരുന്നു. അദ്ദേഹം വല്ലാതെ പറഞ്ഞ് അത് ഞാൻ എന്താണ് എന്റെ ആര് പറഞ്ഞാലും ജ്യേഷ്ഠൻ പറഞ്ഞാലും എന്നിട്ട് കുറെ ജ്യേഷ്ഠനെ കുറെ കുറ്റം പറഞ്ഞു. ജ്യേഷ്ഠൻ അങ്ങനെയാണ് അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പിന്നെ പറഞ്ഞു വല്ലാതെ പറഞ്ഞൊരു വിഷയത്തിൽ ഞാനൊന്നും പറയുന്നില്ല. ഒന്നും കൂടി ഞാൻ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഈ CD കൊണ്ട കൊടുത്തു എന്നല്ല പറഞ്ഞത്, അബ്ദുറഹ്മാൻ സലഫി മുഖേന കൊടുത്തു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് വീണ്ടും ചൂടായി എന്താണ് മുഖേന എന്ന് പറഞ്ഞു. ഒരു മുഖേനയും ഇല്ല, അത് കളവാണ് വല്ലാഹി എന്ന് പറഞ്ഞു. വല്ലാഹി പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ കൂടെ പോകണ്ടല്ലോ, അതാണല്ലോ അതിന് ശരി. പിന്നെ അടുത്ത എന്റെ ചോദ്യം പോയത് എന്താണ്, നമ്മുടെ സുന്നത്തിനെ എതിർത്ത ഒരാളുണ്ടല്ലോ, എന്താ ഒരാളുടെ പേര്, സുന്നത്തിനെ എതിർത്ത ഒരാളുണ്ടല്ലോ, കാര്യവക്കലും അയാളുടെ പേര് മറന്നുപോയി. കാര്യവക്കൽ ഉലൂവ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഉലൂവൻ എന്താണ് അയാളുടെ പേര്, നിഅ്മത്തുള്ള ഫാറൂഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ പരസ്യമായിട്ട് കളിയാക്കിയ നിഅ്മത്തുള്ള ഫാറൂഖിക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്നുള്ളതായിരുന്നു എന്റെ രണ്ടാമത്തെ ചോദ്യം. ആ ചോദ്യത്തെ അവർ പറഞ്ഞു, എന്താ പറയൂ, ചെറിയൊരു വിഷയം, ചെറിയൊരു കാര്യത്തെ പറ്റിയാണ് നിഅ്മത്തുള്ള ഫാറൂഖ് പറഞ്ഞത്. സുന്നത്തിനെ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. നാടിന്റെ വിഷയത്തിൽ നാട് നീട്ടേണ്ടെന്ന് അദ്ദേഹത്തിന് വാദമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം എത്ര സമയം എന്നറിയാവോ, ഞാനിങ്ങനെ പറയേണ്ട സമയം അങ്ങനെ എന്ത് ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞു വെറും താടിന്റെ വിഷയം മാത്രമല്ല ഒരുപാട് വിഷയങ്ങൾ, മര്യാദയ്ക്ക് മേലെ വസ്ത്രം ധരിക്കുന്നതിനെ പറ്റിയും അതുപോലെ മറ്റു കാര്യങ്ങൾ പറഞ്ഞപ്പോ അത് അദ്ദേഹത്തിന് സംഘടനകൾ ഇടപെട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് അങ്ങനത്തെ വിഷയം. അപ്പൊ ഞാൻ ചോദിച്ചു, വീണ്ടും എവിടെയാണ് തിരുത്തിയത്, അദ്ദേഹം തിരുത്തിയ സൂര്യണ്ടോ, അദ്ദേഹം എവിടെ തിരുത്തി എന്ന് പറഞ്ഞപ്പോ വീണ്ടും ചൂടായി. പിന്നെ ഞാൻ പറഞ്ഞു ചെറിയ കാര്യമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തിനെ പരിഹരിച്ചു. മഞ്ചേരി വെച്ചിട്ട് ഹുസൈൻ സലഫി പോലും അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ വയ്ക്കില്ല. അത് കഴിഞ്ഞു പിന്നത്തെ ചോദ്യം അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചത്, ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറുമോ എന്ന് ചോദിച്ചു. അപ്പം ഹനീഫ പറഞ്ഞു, ഹനീഫ് കായ്ക്കൊടി കയറും, പക്ഷെ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റൂല. അപ്പൊ ഞാൻ ചോദിച്ചു, കയറുമെങ്കിൽ അറിയല്ലോ, എങ്ങനെയാണ് ചികിത്സിക്കുക, കയറി എന്ന് ജിന്ന് മനുഷ്യത്തിൽ കയറിയിട്ട് എങ്ങനെയാണ് ചികിത്സ ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ എന്നുള്ളൊരു പ്രസ്താവന വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ് അറിയാം എന്നെങ്കിൽ അവിടെ ഒരു കുട്ടിക്ക് പിശാച് ബാധ ഏറ്റിട്ടുണ്ട് എന്ന് ഒരു സ്ത്രീ എന്ന് പറഞ്ഞല്ലോ. അപ്പം കായ്പടി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അറിയൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ എന്റെ അടുത്ത് വന്ന് തെറ്റായിരിക്കും, എന്താണ് നിങ്ങൾ വിശദീകരിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ ആ വിഷയം അങ്ങനെ എന്തായി, ഒന്നും അല്ലാതായി പോയി. പിന്നെ മൈക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അടുത്ത ആൾക്ക് മൈക്ക് കൊടുത്തു. അടുത്ത ആൾ മൈക്ക് കൊടുത്ത് ചോദിച്ചപ്പോ എന്തായി, ആകെ പ്രശ്നമായി. സെലഫി ആകെ ചൂടായി. ഇസ്ലാം മാസികയിൽ വന്ന ഒരു വിഷയം, അതില് അബ്ദുൽ ഖാദർ കരുമ്പുവിനെ വിളിച്ചു. അത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ സെലഫി കള്ളം പറഞ്ഞതാണ് എന്ന്
ഈ ഫൈസൽ അവിടുന്ന് പറഞ്ഞു. അപ്പോൾ ആകെ പ്രശ്നമായി. എല്ലാവരും ഇടപെട്ടു. പിന്നെ വലിയ വിഷയമായി. ഒരു അടി കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ ചില വളണ്ടിയർമാര് പിന്നെ വല്ലാതെ മൈക്ക് പിടിച്ചു വാങ്ങലും പിന്നെ ചൂടായി സംസാരിക്കുകയും ചെയ്തു. ഞാൻ വളണ്ടിയേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചൂടായിട്ടാണ് മറ്റുള്ള പ്രവർത്തകന്മാർ, നമ്മുടെ പ്രവർത്തകന്മാര് എന്ത് ചെയ്തു, ഇവരിങ്ങനെ മൈക്ക് തരാതിരുന്നപ്പോൾ മൈക്ക് കൊടുക്കണമെന്ന് പറയുകയും അവരുടെ സംസാരം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പം എന്തായി, ആകെ പ്രശ്നമായി. അങ്ങനെ ഉണ്ടായത്. അതിനുശേഷം സമയം തീർന്നു എന്ന് പറഞ്ഞു എന്ത് ചെയ്തു, പരിപാടി അവസാനിപ്പിക്കാനുണ്ടായത്. അങ്ങനെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ അനസ് മൗലവിന്റെ അടുത്ത് പോയി. ഞാൻ സലാം പറഞ്ഞു, എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പണ്ട് നല്ല ബന്ധമാണല്ലോ. അപ്പൊ പിന്നെ എന്നോട് പറഞ്ഞു മോക്ക് സുഖമല്ല, എന്നെ സുഖമൊക്കെ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. തീർന്നിട്ടില്ല. ജിന്നിന്റെ വിഷയം ഒളിച്ചു വെച്ച് മറ്റു വിഷയത്തിലേക്ക് പോയിട്ടാ പറഞ്ഞത്. ഈ ചോദിച്ച വിഷയം മുഴുവൻ കാര്യങ്ങളും ജിന്നുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ വിഷയം മാത്രമേ ജിന്നല്ലാത്ത ചോദിച്ചിട്ടുള്ളൂ. എന്ത് വിഷയം? നിയമത്തെ ബാധിക്കുന്ന വിഷയം, 2 വിഷയം, കൗൺസിലിന്റെ വിഷയം. ബാക്കി ജിന്ന് കയറലും ജിന്നിന്റെ വിഷയം തന്നെയാണ് ചോദിച്ചത്. അപ്പൊ ജിന്നിന്റെ വിഷയത്തിൽ നിന്ന് പിന്മാറി എന്നാ അവര് പറഞ്ഞത്. ജിന്ന് കയറുന്ന വിഷയമല്ലേ, ഇവര് ജിന്ന് കയറിനെ പറ്റി കളിയാക്കിയിട്ടുണ്ട് ഇല്ലേ, കളിയാക്കി. എന്നിട്ട് അവര് വെച്ച ക്ലിപ്പോ അഷറഫ് മൗലവിന്റെ ക്ലിപ്പ്, ആ അഷറഫ് മൗലവി ക്ലിപ്പിൽ ഫുള്ള് ജിന്നിനോട് സംസാരിക്കും. ജിന്നിനോട് സംസാരിക്കുന്നത് കേൾക്കരുത് എന്ന് കേൾക്കാം, പക്ഷെ അത് വിശ്വസിക്കരുതെന്ന് പറയുന്ന ക്ലിപ്പാണ് ആരിട്ടത്. അഷറഫ് മൗലവിന്റെ ക്ലിപ്പാണ് ഇട്ട്. അഷറഫ് മൗലവി ജിന്നിയിൽ നടത്തുന്ന അതിനോട് യോജിക്കുന്ന ആളാണ് അഷറഫ് മൗലവി ഇല്ലേ, ജിന്ന് ഗോവിമെന്ന് വിശ്വസിക്കുന്ന ആളാണ് അഷറഫ് മൗലവി. അല്ലാതെ നിഷേധിക്കട്ടെ. അങ്ങനെ അതിനുശേഷം അനീഫ് കായ്ക്കോട് അടുത്ത് ഞാൻ പോയി. അനീഫ് കായ്ക്കോട് ഞാൻ പറഞ്ഞു എനിക്ക് ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. അപ്പൊ എന്നോട് സമയം അങ്ങനെ ആയില്ലേ, ഇത്രയും പ്രശ്നങ്ങളായല്ലോ, അപ്പം ഇനി എന്താണ് ഒന്നുകൂടി നമുക്ക് നേരിട്ടിരിക്കാം. പറഞ്ഞു ശരി, നമുക്ക് ഇരിക്കാം. അല്ലെങ്കിൽ നരിക്കിന് വരുന്നുണ്ട്, അപ്പൊ അങ്ങോട്ട് പോകാം. നരിക്കിന് വരുന്നുണ്ട്, 2-ാം തീയതി നരിക്കിന് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. പറ്റുകയാണെങ്കിൽ പോകും ഇൻഷാ അല്ലാഹ്. പിന്നെ അനസിനോട് ഞാൻ പറഞ്ഞു, അനസിനെയും കണ്ടിട്ട് ഞാൻ പറഞ്ഞു അബ്ദുറഹ്മാൻ സലഫി എന്ത് ചെയ്തു, പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ സലാം പറഞ്ഞു. എന്നോട് പറഞ്ഞു, അഷറഫേ നീ ചെയ്തത് ശരിയായില്ല. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ കട്ടായിപ്പോ? എന്നോട് പറഞ്ഞു അഷറഫേ നീ പറഞ്ഞത് ശരിയായില്ല. ഞാൻ പറഞ്ഞു ഞാനൊന്നും തെറ്റായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ എന്നോട് എനിക്കൊന്നും തോന്നിയിട്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും തോന്നിയിട്ടില്ല, ഞാൻ മോശമായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും തോന്നില്ല എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഉസ്താദിനെ ഞാൻ വിളിച്ചത്. നിങ്ങൾ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അഷറഫേ നിന്റെ അടുത്ത് ഇന്ന തെറ്റ് വന്നിട്ടുണ്ട്, ഞാൻ അത് ഇപ്പൊ തിരുത്താമെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു, ഒന്നും പറയാതെ വണ്ടിയിൽ കയറി. പിന്നെ എനിക്കൊന്നും പറയാനില്ലാന്ന്. അപ്പൊ ഞാനവിടെ എനിക്ക് അടുത്ത പ്രസംഗത്തിൽ വരുമെന്ന് അറിയില്ല. അഷ്റഫ് പൂനൂരിന്റെ അടുത്ത് ഒന്ന് സംസാരിച്ച് ഞാൻ അഥവാ ഉസ്താദ് ക്ഷമിക്കണം, എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ട്, എനിക്കൊന്നും സംഭവിച്ചില്ല അങ്ങനെ ഞാൻ പറഞ്ഞിരിക്കുക. നാളെ പറയുന്നത് MIC ആണ് അഷ്റഫ് പൂനൂർ എന്ത് ചെയ്തു, എന്റെ അടുത്ത് ഒന്ന് മാപ്പ് പറഞ്ഞു, അതിനുള്ളൊരു ചാൻസ് ഉണ്ടാവുമായിരുന്നു. അള്ളാഹു തആല കാത്തുരക്ഷിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ ഒന്നും മോശമായിട്ട് ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ചോദിച്ചു, ആ ചോദ്യത്തിന് മറുപടി. അതുപോലെ തന്നെ ഡോക്ടർ അനസിനോട് ചോദിച്ചു, ഡോക്ടറെ അടുത്ത് പോകുന്നത്, ഡോക്ടർ സുബൈറിന്റെ അടുത്ത് ഒരാളെ കൊണ്ടുപോയി എന്ന് ഒരു ക്ലിപ്പ് കേൾക്കുന്നു. എന്താ സത്യാവസ്ഥ? അതിന് 1/2 മണിക്കൂറിലധികം പ്രസംഗ അവിടെ പോയിട്ടുണ്ട്, ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അറിയും, ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ പിന്നെ ഒരുപാട് വിഷയങ്ങൾ. അതിനുശേഷം MBBS ഡോക്ടറാണ് ആര്, ഡോക്ടർ സുബൈർ. അതുകൊണ്ട് പറഞ്ഞയച്ച. ഞാൻ ചോദിച്ചു തലവേദനായിട്ട് പറഞ്ഞയച്ചതാണോ ഡോക്ടറത്തേക്ക്, അതോ മറ്റ് ജിന്ന് ചികിത്സക്ക് വേണ്ടിയിട്ടാണോ? അപ്പൊ അവസാനം മനസ്സ് പറഞ്ഞത് ജിന്ന് ചികിത്സക്കല്ല കൊണ്ടുപോയത് എന്നാണ്. അതിന്റെ അങ്ങോട്ട് എന്താ ഉള്ളത് എന്ന് ആ വിഷയത്തിൽ എനിക്ക് അറിയില്ല. ഇൻഷാ അല്ലാഹ് അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ബാക്കി ഇൻഷാ അല്ലാഹ് അനുസരിയും വരും, നമ്മളുണ്ടാവും, അനുസരിനോട് നമ്മൾ ചോദിക്കുകയും ചെയ്യാം. പിന്നെ അതിനുശേഷം അനുസരിനെ കണ്ടു. പിന്നെ അനുസരിനെ കണ്ട് നല്ല രീതിയിലാണ് പിരിഞ്ഞത്, നല്ല രീതിയിൽ സംസാരിച്ചു. അന്ന് ഒരുപാട് നമ്മൾ കൈവച്ചതൊക്കെ നല്ല ബന്ധപ്പെട്ടല്ലേ. എന്തായാലും ഞാൻ പറഞ്ഞ ഹൈറായിട്ട് നമുക്ക് സംസാരിക്കണം. ഫോൺ നമ്പറൊക്കെ തന്ന് നല്ല രീതിയിൽ പിരിഞ്ഞിട്ടുണ്ട്, ശരിയാവും വിചാരിക്കുന്നു. പക്ഷേ മൂന്നൂരിൽ പരിപാടി കുളമായതുകൊണ്ട് താമരശ്ശേരി പരിപാടി അതില് പ്രശ്നം വരും എന്നൊക്കെ ഭീഷണികൾ വന്നിട്ടുണ്ട്. നടത്തുന്നത് ഒന്ന് കാണണം.
എന്നൊക്കെ പറഞ്ഞിട്ട് ആരുമില്ല നടത്താൻ. ഞാനും വേറൊരു അഷ്റഫും ഞങ്ങൾ രണ്ടാള് മാത്രമേ ഉള്ളൂ. എല്ലാ രീതിയിലും പ്രശ്നങ്ങളാണ്. എനിക്കാണെങ്കിൽ 12-ാം തീയതി ഇവിടേക്ക് വരികയും വേണം. അപ്പോ എല്ലാവരും ദുആ ചെയ്യുക. നമ്മൾ അടുത്ത ആ നാട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പിന്നെ പരമാവധി പരിപാടിക്ക് എത്തണം. ആരുമില്ല എന്നതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് പിന്നെ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ. ബാലുശ്ശേരിനോട് പറയാനുള്ളത്, നിർബന്ധമായിട്ടും വന്നിട്ട് പൂനൂരിൽ മറുപടി വെക്കൽ നിർബന്ധമാണ്. അത്രയും തിന്നിട്ടുണ്ട്, വളരെ മോശമായിട്ട് പൂനൂരിൽ ബാലുശ്ശേരിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറുപടി വെക്കൽ നിർബന്ധമാണ്. കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മൈക്കെടുത്ത് പറയുകയും വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, എന്റെ ശബ്ദം കേൾക്കാവില്ലല്ലേ? എന്റെ ശബ്ദം കേൾക്കാവോ സഹോദരന്മാരെ? അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി. മുജാഹിദ് ബാലുശ്ശേരി എവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മുജാഹിദ് ബാലുശ്ശേരി കേൾക്കുന്നുണ്ടാവുന്നുള്ള വേറെ ഞാൻ ചോദിക്കുകയാണ്. കൊല്ലത്ത് നിങ്ങൾ പ്രസംഗിക്കാൻ പോയപ്പോൾ അനസ് മൗലവി KNM-ന് എതിരെ സംസാരിച്ചാൽ മറുപടി പറയും എന്നാണോ പറഞ്ഞത്, അതോ ഖുർആനും സുന്നത്തിനും എതിരായി സംസാരിച്ചാൽ മറുപടി പറയും എന്നാണോ പറഞ്ഞത്? അതൊന്നും എനിക്ക് അറിയാണ്ടുണ്ട്. എത്രമാത്രം ഖുർആനും സുന്നത്തിനോടും പിന്നെ അടുത്ത് കിടക്കുന്നു, അതെല്ലാം സംഘടനയോട് അടുത്ത് കിടക്കുന്നു എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഒന്നും ഞാൻ മൈക്കിൽ ചെയ്യണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? കേൾക്കുന്നുണ്ടോ? യെസ്, ഓക്കെ. അതായത് ഞാനത് വിശദീകരിച്ചു. കൊല്ലത്തുണ്ടായ പശ്ചാത്തലവും പരിപാടിയെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിലായി പറഞ്ഞുവല്ലോ. അതിന് ഞാൻ ആവർത്തിക്കുന്നില്ല. അത് കേരള നദീത്തുൽ മുജാഹിദിനെതിരെ പറഞ്ഞാൽ എന്നാണ് പൊന്നൂരി വളരെ വൈകാരികമായിട്ടാണ് കേരള നദീത്തുൽ മുജാഹിദിനെതിരെ പറഞ്ഞാൽ എന്നാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഖുർആനും സുന്നത്തിനെ ആര് പുച്ഛിച്ചാലും ആരൊക്കെ അതിനെതിരെ എന്തൊക്കെ നടത്തിയാലും അതിനൊന്നും ഇവർക്കാർക്കും വൈകാരികമല്ല. ഈ KNM പൂജ എന്ന് തുടങ്ങിയതായി ഇയാൾക്കൊക്കെ. KNM എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ ബന്ധം ഞങ്ങൾക്കാ. ഞാൻ ജനിച്ചു വീണ അഫ്ഗാനിസ്ഥാനത്തിലേക്കാണ്. എന്റെ ഉമ്മയുടെ പൊക്കൾ കൂടി ബന്ധം വിച്ഛേദിക്കുമ്പോൾ നിങ്ങളിപ്പോ അലവിയെ പൂനൂരിൽ, ആ പൂനൂരിൽ വെച്ച് വാർത്തയാൻ നടക്കുമാണ് എന്റെ ഉമ്മ എന്നെ പ്രസവിച്ച്. അന്നെനിക്ക് മുജാഹിദ് എന്ന് പേര് വെച്ചു. അന്ന് മുതൽ ഇന്ന് വരെ മുജാഹിദിന്റെ വേദിയിലല്ലാതെ മറ്റൊരു വേദിയിൽ ഈ പ്രസ്ഥാനത്തിനെതിരെ പറയാൻ ഞാൻ കയറിയിട്ടില്ല. അന്ന് മുതൽ ഇവർക്കിപ്പോ സ്നേഹിപ്പിക്കേണ്ടതോ നേതാക്കന്മാർ ഇരുത്തി പറയുക. ഇത് അതൊക്കെ മനസ്സിലാക്കണം. നേതാക്കന്മാരിൽ നിന്നൊക്കെ ചില ആനുകൂല്യങ്ങൾ ഇവർ കിട്ടുന്നത്. ആ ആനുകൂല്യത്തിനപ്പുറത്ത് പടച്ചോനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഖുർആനും സുന്നത്തിനെതിരെ പറഞ്ഞാൽ മറുപടി പറയുന്നല്ലേ പറയുന്നത്. കേരള നദീത്തുൽ മുജാഹിദ് ഞങ്ങളുടെ പ്രസ്ഥാന. നീ ഇപ്പോഴല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നത്? ഈ മുജാഹിദ് പ്രസ്ഥാനം നീ വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കൊല്ലം ചെയ്ത പ്രസംഗം എന്റെ ആയുസ് മുഴുവൻ ചെയ്തിട്ടില്ല നീ. അപ്പൊ ആ ജാതി ബടായി പറയാണ്. സത്യത്തില് സൗദീങ്ങളെ കേരള നദീത്തുൽ മുജാഹിദിനെതിരെ ഇവിടെ ആരും പറയില്ല. കേരള നദീത്തുൽ മുജാഹിദിന്റെ ഭരണഘടനക്കെതിരായും അത് നാളുവരെ പുലർത്തിപ്പോകുന്ന സമീപനങ്ങൾക്കെതിരായും അതിന് നയിച്ച മഹാന്മാരായ നേതാക്കന്മാർക്കെതിരായും നീതിബോധമില്ലാത്ത പരലോകബോധമില്ലാത്ത 2-3 പേര് ഈ പ്രസ്ഥാനത്ത് കീഴടക്കിയിട്ടുണ്ട്. അവർക്കെതിരാണ് നമ്മൾ. അവർക്കെതിരെ പറയാൻ അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഖുർആനും സുന്നത്തിനെതിരെ പറഞ്ഞാലല്ല. അതിന്റെ ആവശ്യം ഇവർക്കില്ല. ഖുർആനും സുന്നത്തിനെതിരെ അവരാണല്ലോ പറയുന്നത്. ഖുർആനും സുന്നത്തിനും സലഫുകളുടെ സച്ചരിത്രത്തിനും അവരാണല്ലോ പറയുന്നത്, നമ്മളല്ലല്ലോ. നമ്മൾ ഖുർആനെതിരെ പറഞ്ഞ ഒരു കാര്യം തെളിയിക്കട്ടെ. നമ്മളിങ്ങനെ ശിർക്ക് എന്താണ്, നമ്മളിലെ അന്ധവിശ്വാസം എന്താണെന്ന് ന്യായമായി ഖുർആൻ ഉദ്ധരിച്ച് സുന്നത്ത് ഉദ്ധരിച്ച് അവർ തെളിയിക്കട്ടെ. അങ്ങനെയൊന്നും നമുക്കില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് കേരള നദീത്തുൽ മുജാഹിദിനെ കുറിച്ചാൽ എനിക്ക് മറുപടി പറയുന്നതാണ്. ഖുർആനും സുന്നത്തും അവർക്കൊരു പ്രശ്നമല്ല. പിന്നെ ഞാനവിടെ കേരള നദീത്തുൽ മുജാഹിദിനെ എതിർ പറഞ്ഞിട്ടില്ല. കേരള നദീത്തുൽ മുജാഹിദിന് അനുകൂലമാണ് നമ്മൾ. കേരള നദീത്തുൽ മുജാഹിദീൻ നമ്മളുടേതാണ്. നമ്മൾ ഒരിക്കലും അതിനെതിരെ പറയില്ല. ഈ 3 ആളുകൾ ഇതിനെ ഹൈജാക്ക് ചെയ്ത് നശിപ്പിച്ചു. അവർക്കെതിരെയും അവരുടെ വാദമുകൾക്കെതിരെയും അവരുടെ ഈ കളവ് തിരിച്ചറിയാനാകാതെ അതിൽ പെട്ടുപോയ നേതാക്കന്മാരോടൊപ്പം നിൽക്കുമ്പോൾ അവരോട് നമുക്ക് ചെറിയൊരു വിഷമുണ്ട്. അത് ഞാൻ നേരിട്ട് TP-നോടൊക്കെ പറഞ്ഞാണ്. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ശക്തമായി വിയോജിപ്പുണ്ടെന്ന് അദ്ദേഹം ഇരിക്കുന്ന കേബിളിൽ AP അബ്ദുൽ ഖാദറിനോട് എനിക്കില്ല. എനിക്കില്ല, നമുക്ക് ആർക്കുമില്ല. അതുകൊണ്ട് AP അബ്ദുൽ ഖാദർ അതിന്റെ പേര് പറഞ്ഞ് ആരെയും പ്രകോപിപ്പിക്കേണ്ട. മൗലയുടെ നിങ്ങൾ നിങ്ങളുടെ കുൽസികമങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു ആ സാധുവിനെ ഈ ഏറെ പ്രായമായ അസുഖത്തിന്റെ എല്ലാ പ്രയാസവും അനുഭവിച്ച് ഓർമ്മക്കുറവുള്ള അദ്ദേഹത്തെ നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നല്ലാതെ ഞങ്ങളങ്ങനെ ദുരുപയോഗം ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ മൗലവിനെ കൊണ്ടൊന്നും അറിയിപ്പിച്ചിട്ടില്ല. മൗലവിനെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉപ്പിടിപ്പിച്ചിട്ടില്ല. ആ ഉപ്പ് നിങ്ങൾ ദുരുപയോഗപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ അതും ചെയ്തിട്ടില്ല.
അതുകൊണ്ട് ഞങ്ങൾക്കില്ലേ അവരോട് ബന്ധം, നിങ്ങൾക്കല്ല എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താനെ. അല്ലാഹു ഖൈറാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, കേൾക്കുന്നുണ്ടോ? അസ്സലാമലൈക്കും. അതൊരു ചെറിയൊരു കാര്യം ഇപ്പോ ബാലുശ്ശേരി പറഞ്ഞപ്പോ, അതായത് എനിക്ക് കിട്ടിയൊരു വിവരം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരിന്റെ അല്ലെങ്കിൽ സക്കരിയ സലാഹിയുടെ ആളായിട്ടൊക്കെ ഇവർക്കൊക്കെ ഞാൻ ശബ്ദം കൂട്ടിട്ട് വിളിക്കാം. ഒറ്റ മിനിറ്റ് ഇൻഷാ അല്ലാഹ്. ഹലോ, എന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട് സെലഫി അതാരാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ വിവരം പറഞ്ഞ ആള് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ അൽ-ഇസ്ലാം, ഞാൻ ചോദ്യമില്ല, അൽ-ഇസ്ലാം മാസികയുടെ ചീഫ് എഡിറ്റർ MP കാതൽക്കരവ് പോയതിനാൽ ഈ സമയത്ത് വിളിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ തയ്യാറാവില്ല. അത് വ്യക്തമായ കളവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കാതൽക്കരവ് കളവറിയില്ല വിഷയത്തിൽ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മളും കുറെ കാലം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രസ്താവന നടത്തി അബ്ദുൽഖാദർ കരിമ്പേര് കളവ് പറയില്ല എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ സലഫിയാണ് കളവ് പറഞ്ഞത് എന്ന് നോക്കിച്ചേർക്കാനുള്ള, അങ്ങനെയാണെങ്കിൽ അതുകൂടി കൂട്ടിച്ചേർക്കേണ്ടിയിരുന്നു. അബ്ദുറഹ്മാൻ സലഫി വേണ്ട, അബ്ദുറഹ്മാൻ സലഫി വളരെ മാന്യമായി അതിന് മറുപടി പറഞ്ഞു. മൂന്നാളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സൂര്യൻ എന്തായാലും മാത്രമല്ല സൂര്യൻ എന്തെങ്കിലും ആചാര്യ പറയാൻ മര്യാദ പറയുന്നത്. മൂന്നാളുകൾ എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറഞ്ഞത്. ബാക്കിയുള്ളവർക്ക് ഇരുന്നാൽ മതി, ബാക്കിയുള്ളവർക്ക് ഇരുന്നത്. മൂന്നാളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മൈക്കിൽ വെക്കുക, നിങ്ങൾ സംസാരിക്കോ? ശരി. അല്ല, ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. എന്നോട് പറഞ്ഞ ബാക്കിയുള്ള ആളുകൾ അവിടെ ഇരിക്കും. ഇവിടെ ഒരു പൈസനോ 4 പൈസനോ ഇറങ്ങിയാലും ഒന്നും സംഭവിക്കാനില്ല. മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി. പ്രോപ്പറായിട്ട് ഒഴിവാക്കി പൈസ എന്നോട് പറഞ്ഞ ആൾ ഈ മൈക്കിലൂടെ ഈ സദസ്സ് മിണ്ടാതിരിക്കണം. പറഞ്ഞത് കേൾക്കാം, അവിടെ കളയാന്ന് പറയും. മിണ്ടാതെ ഞാൻ പറഞ്ഞു കേൾക്കാം. ആ ജാതി വർത്തമാനം പറയണം. എന്നോട് പറഞ്ഞ അൽഹാഫ് ഇപ്പൊ ആര് പറഞ്ഞാലും അനക്കിച്ച് പറഞ്ഞേ മാത്രം സത്യം. വേറെന്തൊക്കെ കാലം മാറും. മിണ്ടാതെ ഞാൻ കേൾക്കാം. അബ്ദുൽ ഖാദിർ ഹാജി എന്നോട് ഇത് ആദ്യം പറഞ്ഞത് അബ്ദുൽ ഖാദിർ ഹാജി, നീ മിണ്ടാതെ എനിക്ക് ബാക്കിയുള്ളത് കേൾക്കട്ടെ. നീ നന്നാവാൻ വന്നതല്ല, നീ ചോദിക്കാൻ വന്നതല്ല, ഇവിടെ ഇറക്കാൻ വന്നതാണ്. അതുകൊണ്ട് അത് നടക്കുക. മിണ്ടാതെ അബ്ദുൽ ഖാദിർ ഹാജി അദ്ദേഹം സംസാരിക്കും. ഞാൻ ഈ മൈക്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾപ്പിക്കാം. ഖാദിർ പറഞ്ഞോളൂ. ഈ സംസ്കാരമില്ലാത്ത പരിപാടി ഒരു മുജാഹിദ് സദസ്സിൽ വന്നിട്ട് ഞാനിത് അബ്ദുൽ ഖാദിർ ഹാജി പറയുന്നത് ഈ സദസ്സിൽ കേൾക്കാനാണ്. കാലൊക്കെ പറഞ്ഞോളൂ. ഹലോ, പറയൂ. എത്ര കൃത്യമായാണ് ഇവിടെ മറുപടി പറഞ്ഞത് എന്ന് സാധാരണക്കാരാണ്. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, എന്നോട് 3 ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആ 3 ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. ഇന്ന് രാത്രി ഇവരുമായി ഞാൻ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ ബന്ധപ്പെടും എന്ന് വരെ പറഞ്ഞ ഒരു വിഷയത്തിൽ വീണ്ടും ദുർവ്യാഖ്യാനം നടത്തി. അത് കളവ് പറയില്ല. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ,
വളരെ വിവാദമായ ഒരു കാര്യം മുജാഹിദ് വാലിശയുടെ കുട്ടിയുടെ പ്രതിഫലത്തെ കുറിച്ചിട്ടും താങ്കളുടെ വീടിനെ കുറിച്ചിട്ടും വളരെ ഒരു കുപ്രചാരണമുണ്ട്. അതിനെ കുറിച്ച് ആയിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്റെ ചോദ്യത്തിനെതിരെ കൃത്യമായി ഇതിനു മുമ്പ് നമ്മുടെ ക്ലാസ് റൂമിലും അതല്ലാത്ത സമയത്തും ഒക്കെ മറുപടി പറഞ്ഞതാണ്. അതിന്റെ ലിങ്ക് നമ്മുടെ സഹോദരന്മാരാരെങ്കിലും അദ്ദേഹത്തിന് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. യൂട്യൂബിലുണ്ട്. പിന്നെ അദ്ദേഹത്തിന് PM-ല് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അത് കേൾക്കുന്ന സമയം ഒരുപാട് വൈകിയതുകൊണ്ട് ആ ചോദ്യത്തിന് മറുപടി പറയാൻ നിർവാഹമില്ല. വേറെ ചോദിക്കാനുള്ളത് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ചോദ്യം, ഇന്ന് മോങ്ങത്തുകാരൻ ഒരു മോങ്ങിയത് ഇവിടെ എന്നിട്ട് യൂട്യൂബിൽ കണ്ടു. അതിന്റെ ആദ്യ ഭാഗം തന്നെ അയാൾ വിവരിക്കുന്നത് സഹായം തേടാമെന്ന് പറയുന്നത് ഹറാമാണെന്നാ പറയുന്നത്. എത്ര ഉണ്ട് അയാളുടെ അതിലുള്ള കണിച്ചതെന്ന് അപ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ അയാള് പിന്നെ ഈ ഹദീസിനെ പറ്റി ആരും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു ബാസിന്റെ ഫത്വയൊന്നും ഇയാൾ കണ്ടിട്ടില്ലേ? അതിനെപ്പറ്റി വെച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, ശബ്ദം കേൾക്കുന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് മെയിലുകളിലൂടെ ബഹുമാന്യനായ അബ്ദുസ്സലാം മോങ്ങത്തിൻ്റെതായ ഏകദേശം 7-8 മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം, അതിൽ പരാമർശിച്ച ചില കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ച് വേറെ ഒന്നും പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം സലഫികളാണ്. പൂർവികരായ ആളുകളുടെ പാത പിൻപറ്റിക്കൊണ്ട് പ്രമാണബദ്ധമായി കാര്യങ്ങളെ വിശദീകരിക്കുന്ന സലഫി ആദർശ കൂട്ടായ്മയാണ്. ഇതിന് മറുപടി ബഹുമാന്യനായ അമാനി മൗലവി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുമാത്രമാണ് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരുടെ മുമ്പിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അമാനി മൗലവിയുടെ തഫ്സീർ 2-ാം വാള്യം 1200 പേജ് നമ്പർ. ചില പരമാർത്ഥങ്ങൾ ഇവിടെ ഓർമ്മിക്കുന്നത് നന്ന്. ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും ഭയഭക്തിയും എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് അവൻ പിശാചിന്റെ ചതിയെക്കുറിച്ച് ഭയപ്പെടുന്നവനും പിശാചിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനുമായിരിക്കും. ഒരാൾക്ക് പിശാചിന്റെ കെണിയിൽ അകപ്പെടുന്നതിനെ കുറിച്ച് ഭയമില്ലെങ്കിൽ അതിനുള്ള കാരണം അവന്റെ വിശ്വാസ്യദാർഢ്യമോ മറ്റേതെങ്കിലും ഉത്കൃഷ്ട ഗുണമോ അല്ല. ഒന്നുകിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും വചനങ്ങളിൽ വേണ്ടത്ര വിശ്വാസമില്ലായ്മ, അഥവാ അദൃശ്യ സൃഷ്ടികളായ ജിന്നുവർഗത്തെയും അവരിൽപ്പെട്ട പിശാചുക്കളെയും നിഷേധിക്കുന്നവരായിരിക്കുക. അതല്ലെങ്കിൽ പിശാചിന്റെ ദുർമന്ത്രണങ്ങൾക്ക് ഒരിക്കലും വിധേയനാകാത്ത വണ്ണം പ്രവാചകന്മാരെ പോലെയോ